സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദി എക്സ്ക്ലൂസീവിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. നമുക്കറിയാം, എക്സ്ക്ലൂസീവായിട്ട് നാം ചെയ്യുന്ന ചില എപ്പിസോഡ്സ് ഉണ്ട്. വളരെ വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങൾ, കർത്താവിൻ്റെ വേലയിൽ വളരെ സീനിയറായി നിൽക്കുന്ന ദൈവദാസന്മാരാണ് നമ്മുടെ ഈ ഒരു ആസാദി എക്സ്ക്ലൂസീവ് എന്ന സെഷനിൽ കടന്നു വരുന്നത്. ഇന്ന് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ശുശ്രൂഷയുടെ ആരംഭമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ചടുത്ത് വരുവാൻ തൊക്കണം. ഞങ്ങളെ നീ ഒരു പ്രാവശ്യം കൂടെ സഹായിച്ച നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അടികളെ മറ്റുമായി നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി അവിടുത്തെ ശ്രേഷ്ഠദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ ആത്മീക ധൈര്യത്തിനും ബലത്തിനും വിശ്വാസവർദ്ധനവിനും ഒക്കെ കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ലൈവായിട്ടും പിന്നീട് യൂട്യൂബിലൊക്കെ ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഞങ്ങളുടെ ക്രോശങ്ങളെ ക്ഷമിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെനഡിക്ഷൻ പ്രയർ വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. അനുഗ്രഹിച്ചട്ടപ്പ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ അവിടുന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ആരംഭത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വല്ലപ്പോഴുമാണ് നാം ആസാദി എക്സ്ക്ലൂസീവ് എന്ന ഒരു സെഷൻ കൊണ്ടുവരുന്നത്. എക്സ്ക്ലൂസീവായ സാക്ഷ്യങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കടന്നു വന്നിരിക്കുന്നത് വളരെ സീനിയറാകുന്ന ഒരു ദൈവദാസനാണ്. കർത്താവിൻ്റെ പാസ്റ്റർ തോമസ് എം പുളിവേലിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇൻവിറ്റേഷൻ താൻ അക്സെപ്റ്റ് ചെയ്ത് നമ്മോട് ഒപ്പം അല്പസമയങ്ങൾ വിനിയോഗിക്കുവാൻ തയ്യാറായി. ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയായി താൻ പ്രവർത്തിച്ചിരുന്നു. സെൻട്രലിൻ്റെ ശുശ്രൂഷ അതുപോലൊക്കെ തന്നെ വിവിധ രീതിയിൽ ചർച്ച് ഓഫ് ഗോഡ് സമൂഹത്തിന് നേതൃത്വം കൊടുത്തു വരുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഇപ്പോൾ പെന്റിക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയുടെ കേരള സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമുള്ള ഒരു കർത്താവിൻ്റെ ദാസനെയാണ് നമുക്കിന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് പുളിവേലിനെ ഈ ലൈവ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പാസ്റ്റർ ഇപ്പോൾ സ്ക്രീനിലാണ്. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ പാസ്റ്റർ നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മളോടൊപ്പം കടന്നു വന്നതിൽ. പാസ്റ്ററുടെ മകൻ ജോൺ പുളിവേലിൽ, അദ്ദേഹം ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സമയം മുതലേ ഞാൻ പറയുന്നുണ്ട്, പപ്പാടെ ഒരു ടെസ്റ്റ് മണി ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴാണ് ദൈവം അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പ്രിയ ജോൺ പാസ്റ്ററിനോടുമുള്ള നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജയിലിലൊക്കെ കടന്നിട്ടുണ്ട് അല്ലേ സുവിശേഷത്തിന് വേണ്ടി? ദൈവത്തിന് സ്തോത്രം. അറബി നാട്ടിൽ വെച്ച് സുവിശേഷത്തിന് വേണ്ടി വളരെ കഷ്ടം അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ, അതിലൊക്കെ അപ്പുറമായ ഒത്തിരി അനുഭവങ്ങൾ നാം ഇന്ന് അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു അനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. പാസ്റ്റർ ജനിച്ചതും വളർന്നതും ഒക്കെ സ്ഥലം എവിടെയാണ്? ഏത് നാട്ടുകാരനാണ്? പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ജനിച്ചതും വളർന്നതും. ശരി, കോന്നിക്കാരനാണ്. കോന്നി ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് പാസ്റ്റർ. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു 8-10 സാക്ഷ്യം കോന്നിയിൽ നിന്ന് തന്നെ വന്നു. ദൈവദാസന്മാരെ അനേകർ കോന്നിയിൽ നിന്ന്. ഞാൻ റാന്നിക്കാരനാണ്. റാന്നിയും കോന്നിയും ഒക്കെ ഒത്തിരി ദൈവദാസന്മാരെ സുവിശേഷ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ദേശം കോന്നിയിലല്ലേ? പിന്നെ കോന്നിയിൽ ഏത് ഭാഗമാ? എക്സാക്ട്ലി. ശരി, ഓക്കെ, ശരി ശരി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പം ജനിച്ചു വളർന്നത് ഒക്കെ നാട്ടിൽ, പക്ഷേ കുറെ കാലങ്ങൾ ഗൾഫിലൊക്കെ ആയിരുന്നു. ലോങ് ടൈമില്ലെങ്കിലും ഉള്ള കാലഘട്ടം സംഭവമായിരുന്നു. ഒരു പെന്റിക്കോസ്റ്റൽ പശ്ചാത്തലത്തിലാണോ ജനിച്ചു വളർന്നതൊക്കെ? അല്ല പ്രശ്നം, ഞാനൊരു ഓർത്തഡോക്സ് പൗരോഹിത്യ പാരമ്പര്യ കുടുംബത്തിലാണ് ജനിച്ചത്. ശരി. പിതാക്കന്മാരൊക്കെ പൗരോഹിതന്മാരായിരുന്ന കുടുംബത്തില് അതെ, ഞാൻ പുരോഹിതനാകുവാനാ പിതാക്കന്മാരൊക്കെ ആഗ്രഹിച്ചിരുന്നത്. ശരി. കർത്താവ് സാക്ഷാല്
രാജകീയ പുരോഹിത വർഗമാക്കി എന്നെ തീർത്ത് ഓർത്ത് സ്തോത്രം. സ്തോത്രം. ആ സാക്ഷിയിൽ നിന്ന് നമുക്ക് കേൾക്കണം. കോന്നിയിൽ നിന്ന് നമുക്ക് ജോസ് അതുല്യ പാസ്റ്റർ വന്നിരുന്നു. അദ്ദേഹം നിങ്ങളെല്ലാം ഒരു പള്ളിക്കാരാണെന്ന് തോന്നില്ലേ, ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ? ഞങ്ങളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, ഇപ്പോഴും ആത്മീയബന്ധത്തിൽ ഒന്നിച്ചാ പോകുന്നത് മുന്നോട്ട്. അതുപോലെ തന്നെ നമ്മുടെ എബ്രഹാം രാജൻ അച്ചാന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് മാനേജറൊക്കെ ആയിരുന്ന അദ്ദേഹവും കോന്നിക്കാരനാണ്. അദ്ദേഹവും നമുക്ക് സാക്ഷ്യം പറഞ്ഞു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുറെ കോന്നി ഓർത്തഡോക്സുകാർ. ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. കുടുംബത്തെക്കുറിച്ച്, മക്കൾ, കുടുംബം, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. എനിക്ക് ഫാദറിനും മദറിനും എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. എന്നെ ഒരു വിവാഹം കഴിച്ച്, ഒരാൾ പത്തനാപുരം, ഒരാള് ഒറ്റത്തേക്ക്. അവര് മൂത്ത മകളുടെ ഹസ്ബൻഡ് സൗദി അറേബ്യയിലാണ്, ഇളയ മകളുടെ ഹസ്ബൻഡ് ഒരു കുടുംബമായിട്ട് അബുദാബിയിലുണ്ട്. എൻ്റെ വൈഫ് ഡെയ്സി തോമസ് പുല്ലൂർ സ്വദേശിയാണ്. എനിക്ക് 2 മക്കള്. മൂത്തവനാണ് പാസ്റ്റർ സുഹൃത്തുക്കൂടെ ആയിരിക്കുന്ന ജോൺ പുളിവേലില്. വൈഫ് ജാസ്മിന്. അവർക്ക് 3 കുഞ്ഞുങ്ങള്. ഒരു കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് ഒരു ജോലിയായിരുന്നു. മോന് എഞ്ചിനീയറിംഗ് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് ജോലിയിലായിരുന്നു റിലയൻസ് കമ്പനിയിൽ. നല്ലൊരു സ്ഥാനത്തിരിക്കുമ്പോഴാണ് കർത്താവിന്റെ വിളി കേട്ട് ഇറങ്ങുന്നത്. ബാല്യം പോലെ വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ജോലി ചെയ്യുമ്പോൾ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായി. നല്ല ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഇറങ്ങി. മകളും ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലായിട്ടൊക്കെ സേവനം ചെയ്ത മകളാണ്. 2 പേരും ജോലി ഉപേക്ഷിച്ച് കർത്താവിന്റെ വേലയിലേക്ക് വെസ്റ്റ് ബംഗാളില് സിലിഗുരി കേന്ദ്രീകരിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഗ്രാമങ്ങളിലേക്ക് വിടുകയാണ് അവരുടെ പ്രോഗ്രാം. ഒരു മിഷണറി വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ പാസ്റ്ററെ. ജോൺ പാസ്റ്ററും അവര് കുടുംബമായിട്ട് ജൽപായ്ഗുഡി അല്ലേ, ബംഗാളിൽ ജൽപായ്ഗുഡിയുമായിട്ട്? സിലിഗുരിയാണ് അവരുടെ ഓഫീസ് ഉള്ളത്. ശരി. അവിടെ നേപ്പാളിലും സിക്കിമിലൊക്കെ പ്രവർത്തനങ്ങളുണ്ട്. ഓക്കെ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ പ്രവർത്തനമുണ്ട്. ശരി. പാസ്റ്ററുകളുടെ ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കണം, ആത്മീയ അനുഭവങ്ങൾ കേൾക്കണം. അപ്പം ഞാനിനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങളൊന്ന് പറയുകയാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. താങ്ക് യു പാസ്റ്ററെ. ആസാദി TV ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. സ്വർഗീയ രാജാവാം ദൈവത്തിന്റെ മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇങ്ങനെ വിലപ്പെട്ട സന്ദർഭം എനിക്ക് ഒരുക്കി നൽകിയ കർത്താവിന് വേണ്ടി കാലഘട്ടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുന്ന ആസാദി TV ചാനൽ, അതിന്റെ ചുമതല വഹിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതനായ പ്രസിദ്ധനായ എൻ്റെ സുഹൃത്ത് പാസ്റ്റർ പിന്നെ യോഹന്നാൻ, കുടുംബം, അവർ ചെയ്യുന്ന സേവനങ്ങൾ ഇവരുടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ ഞാൻ ഉൾപ്പെടെ അനേകം സാക്ഷ്യങ്ങൾ നമ്മെ ജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ അറിയിച്ച് അതിലൂടെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ അനേകന് യേശുവിന്റെ സാക്ഷികളായി തീരുവാനുള്ള മുഖാന്തരം ഒരുക്കുന്ന ഈ ചാനലിനോടും കർത്താനദാസനോടും ഞാൻ ആമുഖമായി നന്ദി പറയുകയാണ്. എൻ്റെ ബാല്യം മുതലേ ഞാനൊരു സമുദായ ഭക്തനായി തന്നെയാണ് ജീവിച്ചത്. കുറവില്ലാത്തൊരു ജീവൻ നയിപ്പാനെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ പേരൻസ് പുരോഹിതനാകാൻ ആഗ്രഹിച്ചത് കൊണ്ട് ആ രീതിയിലുള്ള ഒരു ചട്ടക്കൂട്ടിലാണ് എന്നെ വളർത്തിയെടുത്തത്. ബാല്യം മുതലേ വലിയ ഒരു കൂറായിരുന്നു ഇതിനെ ജനിച്ച പ്രസ്ഥാനത്തോടും. ഒപ്പം തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ദൈവസ്നേഹം എപ്പോഴും ഉണ്ടായിരുന്നു. ദൈവസ്നേഹം എന്നുള്ളൊരു വലിയൊരു ഘടകമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒപ്പം തന്നെ മനുഷ്യ സ്നേഹം, അതായത് സഹ ജീവികളുള്ള ഒരു വലിയൊരു കരുണാ സ്നേഹം എന്നെ വല്ലാതെ ഭരിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഞാൻ ഒത്തിരി ബന്ധപ്പെട്ടു. ഹൈസ്കൂൾ കാലം കൊണ്ട് തന്നെ ഒരുപാട് യാത്ര ചെയ്യുകയും സാമൂഹിക ബന്ധങ്ങളിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒപ്പം തന്നെ അല്പമായ രാഷ്ട്രീയ ബന്ധങ്ങളിലൊക്കെ ആയി തീർന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. ഇന്ത്യ മുഴുവൻ നടന്ന് ആ സമുദായത്തുള്ള ബന്ധത്തിൽ തന്നെ നിന്നുകൊണ്ടും ഒപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ക്യാമ്പസ് ക്രൂസ് എന്ന പ്രസ്ഥാനത്തിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന്റെ യേശുക്രിസ്തുവിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കാൻ ഇടയായി. എനിക്ക് വലിയ ആവേശമാണ് എന്നും യേശുക്രിസ്തു, പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം വലിയൊരു ആവേശമാണ്. കുഞ്ഞിലെ തൊട്ടെ അതൊരു വായിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഒന്നിനെ ക്യാമ്പസ് ക്രൂസുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാമ്പുകളിൽ സംബന്ധിക്കുകയും പിന്നെ ഒരു വോളണ്ടറി ആയിട്ട്, പ്രതിഫലമില്ലാതെ വോളണ്ടറി ആയിട്ട് ഞാൻ സേവനം ചെയ്തു. അവിടെ ജീസസ് ഒരു വിലയുണ്ട്. ആ വിലയും കൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഞാൻ സ്കൂളുകളിലെല്ലാം പോയി ഹെഡ്മാസ്റ്റർമാരെ സ്വാധീനിച്ച് അവരോട് റിക്വസ്റ്റ് ചെയ്ത് ഉച്ചക്കത്തെ ആ ഇന്റർവ്യൂ ടൈമിൽ 2 മണിക്കൂറത്തെ ടൈമിൽ ഈ ഫിലിം കാണിച്ച് കുഞ്ഞുങ്ങളെ യേശുവിനെ കുറിച്ച് പറയുകയും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ തന്നെ പള്ളികളിൽ നടക്കുന്ന പെരുന്നാളുള്ള ഫംഗ്ഷനുകളിലൊക്കെ ഞാൻ ഈ ഫിലിം കൊണ്ടുപോയി യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തുകയും കർത്താവിനെ ഉയർത്തുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒരു ആവേശമായിരുന്നത്.
ഒക്കെ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ആവേശമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശമാണ് എനിക്കൊരു ആവേശമാണ്. ഒരിക്കല് ഇങ്ങനെ രാത്രിയിൽ ഒരു സ്ഥലത്ത് കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എലേലി എന്നുള്ള സ്ഥലത്ത് എസ്റ്റേറ്റിൽ ഒരു എക്യുമെനിക്കൽ ചർച്ച് ഉണ്ട്. അവിടെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പോകുന്ന ജീപ്പ് ഉൾപ്പെടെ പ്രൊജക്ടർ ഉൾപ്പെടെ വെള്ളത്തിൽ കയറ്റി താഴ്ന്നു. എന്നാലും ലോഡിക്കാരെങ്ങാണ്ട് ശബ്ദം കിട്ട് ഓടി വന്നവരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി ഞങ്ങളെ. ഞാൻ അവിടെ ചെന്ന് രാത്രി 1:30 ആ നനഞ്ഞ വസ്ത്രം കൊണ്ട് നിന്നിട്ട് ഈ ഫിലിം കാണിച്ച് കർത്താവിന് സാക്ഷിപ്പാനിടയായി തീർന്നു. അതൊക്കെ ദൈവം നീതിയായി കണക്കിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിന് എന്നെ കുറിച്ച് ചെറുപ്പം മുതലേ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിലെ ഒരു സാഹചര്യത്തില് രക്ഷിക്കപ്പെട്ട വേർപെട്ട സഭയിൽ ആരാധിക്കാൻ ഒരു സാഹചര്യം അല്ലായിരുന്നു എന്റേത്. കാരണം നടക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. ഞാൻ അല്ലെങ്കിൽ തയ്യാറാകത്തില്ല, അല്ലെങ്കിൽ ഒത്തിരി എന്നെ നോവിക്കേണ്ടി വരും. ഒരു സ്നേഹമുള്ള മകൻ എന്നുള്ള നിലയിൽ ദൈവം എന്നെ നോവിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കാം കർത്താവിനെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി. പോകാനുള്ള കാരണം ഇങ്ങനെ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആരെയും ഒരു പ്രതിഫലം വാങ്ങിക്കത്തില്ലായിരുന്നു. പ്രതിഫലം വാങ്ങിക്കാതെ നിസ്വാർത്ഥമായി സോഷ്യൽ സർവീസും ചാരിറ്റി വർക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക വലിയ ക്രൈസിസ് ആയി. ബാങ്കിൽ നിന്നൊക്കെ പണം കടമെടുത്ത് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ ബാങ്ക്രപ്റ്റ്, വലിയ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അവിടെ നിൽക്കാൻ പറ്റൊരു സാഹചര്യം ഉണ്ടായി. മസ്കറ്റ് ഡിഫൻസിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയെങ്കിലും എനിക്ക് പോകാൻ സാധിച്ചില്ല. കാരണം അവിടെ ഞാൻ ഒരു സമുദായ സ്നേഹത്തിന് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ദൈവം എന്നോട് വിട്ടില്ല. നിരാശനായിരിക്കുമ്പോഴാണ് താല്പര്യമില്ലായെങ്കിലും സൗദി അറേബ്യയിലേക്ക് എന്റെ പാസ്പോർട്ട് കൊടുക്കാൻ വിസ അടിക്കുകയും ഞാൻ അവിടെ ജോലിക്ക് പോകാനിടയായി. ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിയിൽ അവിടെ നിൽക്കുമ്പോൾ ഒരു സഹോദരൻ എന്നെ കാണാൻ വന്നു. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരുന്നു. അദ്ദേഹം എന്നെ കാണാൻ വന്നു. എങ്ങനെയോ അദ്ദേഹം പറഞ്ഞ് ഞാനവിടെ വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം എന്നെ ഉച്ചയ്ക്കത്തെ ഇന്റർവൽ ടൈമിൽ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അപ്പോൾ അവിടെ മേശപ്പുറത്ത് ഒരു മാഗസിൻ കിടക്കുന്ന, ഒരു ഗുഡ് ന്യൂസ് മാഗസിൻ. ഞാൻ ചോദിച്ചതൊക്കെ ഇവിടെ വരാറുണ്ടെന്ന് ചോദിച്ചു. വല്ലപ്പോഴും വരുമെന്ന് പറഞ്ഞു. സൗദി അറേബ്യ അന്നത്തെ സാഹചര്യത്തിൽ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ സ്ട്രിക്റ്റ് ആയ ഒരു രാജ്യമായിരുന്നു. ഒരു കാരണവശാലും മറ്റൊരു മതത്തിന്റെ യാതൊരു പ്രോഗ്രാം അലോഡല്ല. പലപ്പോഴും എയർപോർട്ടിലേക്ക് വന്നവര് മാരാവൺ കൺവെൻഷൻ ഒരു പാസ് പുസ്തകം കൊണ്ടതിന്റെ പേരിൽ, അതിലൊരു കുരിശുള്ളതിന്റെ പേരിൽ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ കാലഘട്ടം, 90 കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനക ഒരു കാലഘട്ടമാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ സാഹചര്യത്തിലാണ് ഞാൻ സൗദി അറേബ്യയിൽ ചെല്ലുന്നത്. ആദ്യമായിട്ട് ഞാൻ അവിടെ പോകുന്നത് 1987 87 അൽക്കോബാറിൽ, ദമാമിനടുത്ത് അൽക്കോബാർ എന്ന സ്ഥലത്ത് ഞാൻ അവിടെ ചെന്നു. ഈ സഹോദരൻ എന്നെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തിന് ചോദിച്ചു ഇവിടെ കൂട്ടായ്മകളൊക്കെ ഉണ്ടോന്ന്. ഒരു ലോഹി ചോദിച്ചതാ. അദ്ദേഹം പറഞ്ഞു കൂട്ടായ്മ ഉണ്ട്, വരുന്നു എന്ന് ചോദിച്ചു. ഒരു വിമർശക മനോഭാവത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമെന്ന് വിചാരിച്ചു. കാരണം മറ്റു പള്ളികളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഞങ്ങളുടെ സമൂഹമൊന്നും ഇവിടെ പ്രവർത്തനത്തിലില്ലാത്തത് കൊണ്ട് ഒക്കെ എന്ന് പറഞ്ഞ് എന്നോട് പോകാനിടയായി. ദമാമിലുള്ള ആദ്യത്തെ പെന്തക്കോസ്ത് ആരാധനയ്ക്ക് ഞാൻ കടന്നുപോയി. ചെന്നപ്പോൾ ഇടുങ്ങിയ മുറിയിൽ, വലിയ മുറിയിലാണ്, ഒത്തിരി ആളുകൾ ഇരിപ്പുണ്ട്, ഇരിക്കാൻ സ്ഥലമില്ല. ഞാനവിടെ പോയിരുന്നു. അതുകൊണ്ട് തീയിൽ വീണ ഒരു അന്തരീക്ഷം, എനിക്ക് ഭയങ്കര അഗ്നി കത്തുന്ന ഒരു അനുഭവം, വല്ലാത്തൊരു പ്രകാശനിലേക്ക് വ്യാപരിക്കുന്നു. ഇതിനെ അനുഭവിക്കാത്ത വല്ലാത്തൊരു, അപ്പൊ തന്നെ ഒരു സന്തോഷം, ഒരു ആശ്വാസത്തിന്റെ ഉള്ളിലേക്ക് വരുന്നു. സാക്ഷ്യത്തിന്റെ സമയമായപ്പോൾ ഞാനും എഴുന്നേറ്റു. എന്ത് സാക്ഷ്യം പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം നല്ലവണ്ണം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഓർത്തഡോക്സ് പ്രസ്ഥാനം നിൽക്കുമ്പോൾ അവിടുത്തെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. മീറ്റിങ്ങുകൾക്ക് പ്രസംഗിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലും അത്യാവശ്യം പ്രസംഗിക്കുന്ന ഒരാള്. വെള്ളിയാഴ്ച സുറിയാനി സഭകൾക്ക് പല സെഷനുണ്ട്. അതിൽ 3 സെഷനിലെ ഇടയ്ക്ക് 3 ധ്യാനമുണ്ട്. ഈ ധ്യാനത്തിന്റെ ഒരു പ്രസംഗനായി ഞാൻ ഇന്നത്തെ +2 അന്നത്തെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് പ്രസംഗിക്കാൻ അവസരം കിട്ടി. വലിയൊരു സമൂഹം കൂടുന്ന വലിയ സമൂഹത്തില് 2000 പേര് കൂടുന്ന ആ സമൂഹത്തിൽ അന്ന് ക്രൂശിക്കപ്പെട്ട ഉയർത്തുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. പിന്നീട് അങ്ങോട്ട് ഒരു കൊല്ലം 2-3 പള്ളികളിൽ എന്നെ പ്രസംഗിക്കാൻ അവസരം കിട്ടി. കാരണം അത്രമാത്രം എനിക്കൊരു ആവേശമായിരുന്നു യേശുവിനെ ഉയർത്തുക, ക്രൂശിക്കപ്പെട്ട ഉയർത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എന്റെ സാക്ഷ്യം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെടുവാനാകട്ടെ എന്ന എന്റെ ആഗ്രഹം, എന്റെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദമാവിലെ കൊച്ചു മീറ്റിങ്ങിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുകയാണ്. ദൈവാത്മാവിനെ എന്നെ ഉദ്ബോധിപ്പിച്ചു. ഞാൻ ഒരു സമുദായിക ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു. യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നെങ്കിലും യേശുവിന്റെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. കർത്താവിനെ എന്റെ സ്വന്തം രക്ഷകൻ കർത്താവുമായി സ്വീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിപ്പാനിടയായി. അന്ന് രാവിലെ വീട്ടിൽ മടങ്ങിപ്പോയി വേദോസം വായിക്കുമ്പോൾ കിട്ടുന്ന ചിന്തകൾ വളരെ ആഴമാണ്.
നേരത്തെ പ്രസംഗിക്കാൻ വേണ്ടി ഒരുപാട് വേദോസം ഞാൻ വായിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപനായി ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നാലൊന്നും ഗ്രഹിക്കാത്ത ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ ഇടയായിട്ടും രക്ഷാസ്നാനം തുടങ്ങിയ ആത്മീയ മൂല്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനിടയായി. അതുമായിട്ട് സഹോദരന്മാര് എന്നെ കാണുവാൻ വന്നു. കുറച്ച് വാർഷിക പരിചയം ഉണ്ടായിരിക്കും. പാസ്റ്റർ KS എബ്രഹാം ഇവിടേക്ക് അദ്ദേഹത്തിന് മിഷൻ ശേഷം പ്രവർത്തനങ്ങളുണ്ട്. അദ്ദേഹം കോട്ടയത്തിനടുത്ത് ഒരു വൈ കോളേജിന്റെ പ്രിൻസിപ്പലായിട്ടൊക്കെ സേവനം ചെയ്യുന്നു. അദ്ദേഹമാണ് എന്നോട് അന്ന് അവിടെ കടന്നു സുവിശേഷം പറഞ്ഞു. കൂടുതൽ സഹോദരന്മാരുണ്ട്, അതിന് സുവിശേഷം പറഞ്ഞു. സുവിശേഷം വളരെ ശ്രദ്ധയോടെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അടുത്ത ആഴ്ച എനിക്ക് പോകാൻ ആവേശമായിരുന്നു. വളരെ നേരത്തെ ഞാൻ കൂട്ടായ്മയ്ക്ക് വന്നു. ഞാൻ ഒട്ടും താമസമില്ല, നെക്സ്റ്റ് വീക്കിൽ തന്നെ ആവശ്യപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കണം. സത്യത്തിന്റെ പരിജ്ഞാന ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഈ മടിയുമില്ലായിരുന്നു. കർത്താവിനെ ഉൾക്കൊള്ളാൻ എനിക്കൊരു സംശയമില്ലായിരുന്നു, ആരോട് ചോദിക്കേണ്ടായിരുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞതനുസരിച്ച് യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയും അവിടെ അറിയിക്കുകയും ചെയ്തു. താമസം പിന്നെ സഭയോട് സംവീര്യം ചെയ്തു തന്നു. ദമാവിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കർത്താവിൽ ജലത്തിൽ സാക്ഷീകരിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അന്ന് മുതൽ വലിയൊരു ആവേശം എൻ്റെ ഹൃദയത്തിൽ അലതള്ളുക. എങ്കിലും കർത്താവിന് വേല ചെയ്യണം, കർത്താവിന് വേല ചെയ്യണം. അതിനുശേഷം ഞാൻ റിയാദിലേക്ക് ചില മാസങ്ങൾ ട്രാൻസ്ഫർ ആയി. റിയാദ് എയർപോർട്ട് ജോലി ചെയ്തു. വീണ്ടും മടങ്ങി ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേവൽ ബേസിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ വന്ന് ഞാൻ ജോലി ചെയ്തു. അപ്പൊ അങ്ങനെ ജോലി ചെയ്ത് തന്നെ 1992 ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു പാട്ട് വന്നിങ്ങനെ അലയടിക്കുക. ഞാൻ ചെറുപ്പത്തിൽ എന്റെ അമ്മ പാടി കേട്ടിട്ടുള്ളതല്ലാതെ പിന്നെ ഞാനത് പാടിയിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ പാട്ട് ഇങ്ങനെയാണ്: വീടും വയലും തോട്ടവും എല്ലാം നേടുവാനുള്ള സമയമതല്ല, കാടും മലയും ആവലോടോടി നേടുക നീ ആത്മാക്കൾ. ഈ പാട്ടിനെ വല്ലാതെ ഇങ്ങനെ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഇങ്ങനെ ഓർമ്മ വന്നു. അന്ന് ആശയം തെറ്റിപ്പിട്ട് വീണ്ടും ഒരു ഓർമ്മ വന്നു. ഞാനങ്ങ് ഡിക്ലെയർ ചെയ്യുകയാണ്, ഞാൻ ജോലി വിട്ട് കർത്താവിന് വേലിക്കുണ്ട്. ദൈവത്തിനെ കുറിച്ച് ആഗ്രഹം അതാണ്. അങ്ങനെ 1992 ഞാൻ ജോലി വിട്ട് എന്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വന്നു, കുന്നിലേക്ക് മടങ്ങി വന്നു. അതിനെ പഠിക്കുവാൻ കോളേജിൽ പോയി പഠിക്കുന്ന ആഗ്രഹമുണ്ട്. എനിക്കുള്ള സമയം കിട്ടുന്നില്ല. കാരണം ആവേശത്തിൽ വന്നതുകൊണ്ട് കോളേജിൽ പോയി പഠിച്ചൊരു 2-3 വർഷം ചെലവഴിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് അതിന്റെ പഠനത്തിൽ ആരംഭിച്ചു. കൃപയാല് ബാച്ചിലർ ഡിഗ്രി അതിനുശേഷം MDU ഒക്കെ പൂർത്തീകരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. വന്ന ആ ദിവസം നാള് മുതൽ തന്നെ കർത്താവിന് വേണ്ടി ഒത്തിരി ഓടുവാനും പ്രവർത്തിപ്പാനിടയായി. ഇന്ത്യ മുഴുവന് പല സ്ഥലങ്ങളിലും യോഗങ്ങൾ സംഘടിപ്പിക്കാനും പരസ്യയോഗങ്ങൾ ഉൾപ്പെടെ ഭവന സന്ദർശനം ഉൾപ്പെടെ കൊന്നി ഭാഗങ്ങളിൽ ഞാൻ കയറാത്ത വീടുകളില്ല. മലയോര മേഖലകളിലൊക്കെ ഓരോ വീടുകളിലും തോളത്തോട്ട് സഞ്ചിയുടെ ട്രാക്റ്റുമായിട്ട് ഭവനങ്ങൾ കയറി. എന്നോട് ഒരുപാട് സഹോദരന്മാരൊന്നുണ്ടായിരുന്നു. ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട സ്വാതി ചർച്ചകോട് ഞങ്ങൾക്ക് ഒരു ആവേശമാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനം നൽകുന്നൊരു സഭയായിരുന്നു. ഉള്ള ഒരേക സഹോദരന്മാരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ പ്രവർത്തിപ്പാൻ ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് 1993 വളന്തര മിഷൻ സ്റ്റേഷൻ ആരംഭിച്ച അതിന്റെ ചുമതല ചർച്ചകോട് എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അതിന്റെ ഒരു പാസ്റ്ററായി തീരുവാൻ എനിക്ക് അവസരം നൽകി. അന്നത്തെ സെൻട്രൽ പാസ്റ്ററായിരുന്നു പാസ്റ്റർ ഈ സൗറുകള് എന്നെ പ്രാർത്ഥിച്ച് എന്നെ നിയോഗിച്ചു. അങ്ങനെ എന്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സൗദി അറേബ്യ എന്നുള്ള വലിയൊരു ആവേശം കിടക്കുക. അന്നത്തെ എന്റെ പ്രാർത്ഥനയിലുള്ള ഒരു മുദ്രാവാക്യം, എന്റെ മോട്ടോ എന്ന് പറയുന്നത് സ്പിരിച്വൽ ലിബറേഷൻ ഓഫ് അറബ് നേഷൻസ് ആൻഡ് അറബ് ട്രൈബ്സ്. ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന പറയും മലയാളികളുടെ കൂട്ടായ്മയല്ല എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. അതൊരാവശ്യമാണ്. അപ്പൊ തന്നെ ഗോത്രങ്ങളായി ചിതറിപ്പാർക്കുന്ന ഈ അറബികൾ യേശുവിനെ അറിയണം എന്റെ ഹൃദയത്തിൽ വലിയൊരു ബമ്പല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ അനേക ഗോത്രങ്ങളായി ചിതറിപ്പാർക്കുന്നവരുണ്ട്. ദൈവനന്ദന്റെ മോട്ടോയ സ്പിരിച്വൽ ലിബറേഷൻ ഓഫ് അറബ് നേഷൻസ് അറബ് ട്രൈബ്സ്. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത്, നാട്ടിലായിരിക്കുമ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. അത് സംഭവിക്കാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം കർത്താവ് തന്നെ തിരുവായ്മ ഞമ്മോട് പറഞ്ഞു, രാജ്യത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂഗോളം മുഴുവൻ പ്രസംഗിക്കപ്പെടും. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഉറക്കെ ഡിക്ലെയർ ചെയ്തു, റിയാദിന്റെ തലസ്ഥാനത്ത് പരസ്യമായി ഒരിക്കൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും. കൃപയാൽ ഇത് കഴിഞ്ഞ 8 ചില നാളുകളായി വലിയ മാറ്റം സൗദി അറേബ്യയിൽ സംഭവിച്ചു. കൂട്ടായ്മയ്ക്ക് അവിടെ തടസ്സമില്ല, യേശുവിനെ ആരാധിക്കാൻ തടസ്സമില്ല. കർത്താവ് പരസ്യമായി പ്രസംഗിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും പ്രാർത്ഥിക്കുവാനും നമ്മുടെ സ്വന്തമായ ആത്മീയ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി. ബൈബിളിൽ നിന്ന് അവിടെ നിരോധനമില്ല. ദൈവം അത്ഭുതം ചെയ്തു. എന്നാൽ എന്റെ പുറകില് കണ്ണീരൊഴുക്കിയ, കഷ്ടപ്പെട്ട, പ്രാർത്ഥിച്ച ഒരുപാട് കർത്തദാസന്മാരുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാകുവാൻ, ഒരു കണ്ണിയാവാൻ എനിക്കും ദൈവം ഭാഗ്യം നൽകിയവർ ഞാൻ സ്തോത്രം ചെയ്യുക. അങ്ങനെ 1993 ഞാൻ മടങ്ങി വന്നു. പിന്നെ വളർത്തല സഭയുടെ ചുമതലയേൽപ്പാനിടയായി തീർന്നു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ആവേശത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും സൗദിയിൽ പോകാനുള്ളൊരു വലിയൊരു ആവേശം വന്നത്. അന്ന്
ദൈവസഭയുടെ ഓർസനായ പാസ്റ്റർ പി എ വിശ്വാം സാർ അവറുകള് പാസ്റ്റർ ഈ പഞ്ചേരി അന്തർ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പ്രവർത്തിക്കുന്ന ചർച്ചിൽ ചുമതല ഏറ്റെടുക്കുവാൻ വേണം വിട്ട് അദ്ദേഹം അങ്ങനെ ചർച്ചക്കോടിന്റെ ഭാഗമായി ആ സഭ തീരുവാനിടയായിത്തീർന്നു. ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. ഞാൻ ആദ്യം ചെല്ലുന്നത് നജറാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പോകുമ്പോൾ ഞാനൊരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു മിഷണറി എന്നുള്ള നിലയിലാണ് അവിടേക്ക് പോകുന്നത്. വെള്ളവസ്ത്രവും കർത്തൃമേശയുടെ പാത്രങ്ങളും ഒക്കെ ആയിട്ട് ഞാനവിടെ എന്നാൽ അവിടെ ചെന്നപ്പോൾ കൂട്ടായ്മയില്ല, യാതൊന്നുമില്ല. ഒറ്റപ്പെട്ടൊരു അനുഭവം. എന്നാൽ ഞാൻ അന്ന് ആ സമയത്തും നിരാശപ്പെടാതെ ആ മരുഭൂമിയുടെ ഗ്രൗണ്ടുകളിലൂടെ ഇങ്ങനെ നടക്കും, റോഡുകളിലൂടെ നടക്കും. അപ്പോഴൊക്കെ ഈ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ് വിശ്വാസത്താൽ ഇങ്ങനെ പറഞ്ഞു നടക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ അതിനോട്ട് പോകുമ്പോൾ രണ്ട് സഹോദരന്മാർ എനിക്ക് അഭിമുഖമായി കടന്നു വന്നു. പാസ്റ്റർ സണ്ണി തോമസ് ഇന്നിപ്പം സൗദി അറേബ്യയിലെ ഒരു പാസ്റ്ററാണ്, മണ്ണാരക്കുളം സ്വദേശിയാണ്. റാന്നി സ്വദേശി ഒരു സിബി ഫിലിപ്പ് പാസ്റ്റർക്കറിയാമായിരിക്കാം. രണ്ടു മൂന്ന് അവിടെ ഉണ്ടവരുണ്ട്. എനിക്ക് അഭിമുഖമായിട്ട് കടന്നു വന്നു. ഒരാളെ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളും മറ്റേ ആള് ജ്ഞാനായ സഭയിലെ അംഗവുമായിരുന്നു. അവർക്കൊരു എക്യുമെനിക്കൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു. എന്നെ അവരെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു പാസ്റ്ററാണെന്നൊരു എന്നെ കാഴ്ചയിൽ അവർക്ക് തോന്നിയിട്ടാകാതെ ദൈവന്മാവ് ബോധിപ്പിച്ചായിരിക്കാം. എന്നോട് ചോദിച്ചു, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞാന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നടത്തി തരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മുടെ ജോലി ചെയ്താന്നല്ലോ. വളരെ സന്തോഷത്തോടുകൂടി ആ വെള്ളിയാഴ്ചയാണ് സൗദി അറേബ്യയിൽ അന്നത്തെ ആരാധന. ഞാൻ ആ കൂട്ടായ്മയ്ക്കായിട്ട് കടന്നുപോയി. എക്യുമെനിക്കൽ കൂട്ടായ്മയാണ്, സാമുദായിക രീതിയിലാണ് എന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഞങ്ങളെ ശാന്തമായി അതിനകത്ത് സംബന്ധിച്ചു. അടുത്ത ആഴ്ച മുതൽ ഞാൻ ചുമതല ഏറ്റെടുത്തു. ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. അപ്പോസ്തല പ്രവൃത്തിയാണ് ആദ്യമായി ബൈബിൾ ക്ലാസ് ഞാൻ അവരെ പഠിപ്പിക്കാനിടയായി തീർന്നത്. ആ പഠനം ആരംഭിച്ച് അല്പഭാഗം മുന്നോട്ട് നീങ്ങിയപ്പോൾ തന്നെ വലിയ മാറ്റം വിശ്വാസത്തിൽ സംഭവിക്കാൻ തുടങ്ങി. പലരും കർത്താവ് രക്ഷകനായി സ്വീകരിക്കാൻ തുടങ്ങി. അതിനുശേഷം പലരും സ്ഥാനത്തിലേക്ക് തീരുമാനമെടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ സ്ഥാനപ്പെടുത്താനുള്ള സാഹചര്യമല്ലുള്ളത്. വളരെ ദൂരെ, അവിടുന്ന് ഒരു 150 കിലോമീറ്റർ അകലെ അബ്ബ എന്നൊരു സ്ഥലമുണ്ട്, അബ്ബ കമീസ്. അവിടുന്ന് ഒരു 150 കിലോമീറ്റർ അകലെ ദർബ് എന്ന് പറഞ്ഞൊരു കടലുണ്ട്, ചെങ്കടൽ തീരമാണ്. അവിടെ കൊണ്ടുപോയി രാത്രിയിൽ ഞങ്ങൾ സ്ഥാനപ്പെടുത്തും. അവിടെ ചെല്ലും വെള്ളം ഫസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവരെ കൊണ്ടിറങ്ങാനൊക്കത്തില്ല. അറബികളൊക്കെ നിൽപ്പുണ്ട്. നല്ലവരെല്ലാം പോയി കഴിഞ്ഞ് രാത്രി 12:30 കഴിഞ്ഞ് 1 മണിക്കും 1:30ക്കും ഒക്കെയാണ് ആ തണുത്ത വെള്ളത്തില് അന്ന് ആളുകളെ സ്ഥാനപ്പെടുത്തിയത്. പിന്നെ ഒരു വലിയ ഒഴുക്കായിരുന്നു. ഒരുപാട് ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. അനേകരെ വിശ്വാസം കൊണ്ടുവരുവാനും ക്രിസ്തുവിൽ അവരെ തികഞ്ഞവരാക്കുവാനും സ്ഥാനം ഉപയോഗിക്കാനുള്ള ഭാഗ്യം ദൈവം നൽകി. അപ്പൊ തന്നെ ഇങ്ങനെ ആളുകളുടെ വിശ്വാസത്തേക്ക് വരുമ്പോൾ പ്രതികൂലം കൂടും. അവരുടെ കുടുംബസ്ഥരായിരിക്കുന്നവർ, ബന്ധുക്കളായിരിക്കുന്നവർ, സ്നേഹിതരായിരിക്കുന്നവരൊക്കെ ശത്രുക്കളാവും. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ഒരു സിറ്റിയിലെ ഒരു ഹാളിൽ അവിടെ നടത്താൻ കഴിയാതെ വന്നപ്പോൾ എന്റെ കൈക്കിട്ട് സ്ഥാനപ്പെട്ട ഈയിടെ നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. സണ്ണി വർഗീസ് എന്ന് പറയും, തിരുമൂലപുരം സഭയിലെ അംഗമാണ് അദ്ദേഹം. ഈ 2 മാസം മുമ്പ് നിത്യയിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹം ഒരു കോൺട്രാക്ടറായ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. അദ്ദേഹം പണിയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. പണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വാർത്തിട്ടിരിക്കുന്നേ ഉള്ളൂ. മറ്റെങ്ങും നടത്താൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥന നടത്തി. രണ്ടാഴ്ച നടത്തി. മൂന്നാമത്തെ ആഴ്ചയിൽ എങ്ങനെയോ നോട്ട് ചെയ്യപ്പെട്ടു. സംശയം വന്നു. കാരണം കുഞ്ഞുകുട്ടികളാവാനോർത്ത് ഇവിടെ വന്ന് വരുന്നതും പോകുന്നതും ആരോ ശ്രദ്ധിച്ചു. മതപുരോഹിതന്മാരെ അറിയിച്ചു. അവർ ഞങ്ങളെ വന്നേ പിടിച്ചു, കൂട്ടായ്മ പിടിച്ചു. ഞങ്ങളുടെ അക്കാമ്മയുടെ വിസയുടെ നമ്പറെല്ലാം എടുത്ത് ഞങ്ങളുടെ വിശാലമായി ഞങ്ങളെ പറഞ്ഞു വിട്ടു. അന്ന് പ്രശ്നം തീർന്നെന്ന് വിശ്വസിച്ചു. എന്നാൽ തീർന്നില്ലായിരുന്നു. 5 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റിയാദിലെ മതത്തിന്റെ അധികാരികൾ, മതത്തിന്റെ പരമാധികാരികളാണ് 7 പേര് ഞാൻ ജോയിൻ ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നു. ഡയറക്ടറെ കണ്ടു. ഡയറക്ടറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലെ 2 സൈഡും നിരന്നിരുന്നുകൊണ്ട് അവരെന്നെ വിസ്തരിക്കാൻ തുടങ്ങി. പറയുമ്പോൾ വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും അതിഭീകരമായ ഒരു അവസ്ഥയാണ്. രാജ്യത്തിന്റെ മതഭരണമാണ് നടക്കുന്ന രാജ്യത്തിന്റെ മതഭരണത്തിൽ ഏറ്റവും അധികാരമുള്ളവരാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ അധികാരമുള്ളവർ? അവരെന്നെ വിസ്തരിച്ചു. തെളിവെടുത്ത് അവർ മടങ്ങിപ്പോയപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞു, അവൻ നിന്നെ അവർ കൊണ്ടുപോകാൻ വന്നതാണ്, ഞാൻ നിന്നെ അവർക്ക് വിട്ടുകൊടുത്തില്ല. എന്നൊരു അത്ഭുതമായി തോന്നി. അങ്ങനെ ഒത്തിരി അധികാരമുള്ള ഒരു വ്യക്തികൾ വന്നതോട് ചോദിച്ചിട്ട് പോലും ഒരു സാധാരണ ഒരു പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ മാത്രമായിരിക്കും അദ്ദേഹം എന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, എന്റെ മുന്നേ വെച്ച് വിസ്തരിക്ക് കൊണ്ടുപോകാൻ തരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ കൊടുത്തില്ല. ഇവിടെയൊക്കെ ദൈവം ഇടപെടുന്ന എനിക്ക് അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഒരു പക്ഷേ അത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ മരണകരമായ ഒരുപാട് സാഹചര്യങ്ങളോട് ഞാൻ കടന്നു പോയിട്ടുണ്ട്. ദൈവം എന്നെ സൂക്ഷിച്ചു, ദൈവം എന്നെ കരുതി. പൗലോസ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്റെ യാതൊരു കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ കരുണയാൽ മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ പോലും പലപ്പോഴും ഞാൻ
മരിക്കപ്പെടേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു. സൗദരിയിൽ വെച്ച് ആക്സിഡന്റിൽ കൂടെ പലപ്പോഴും മരിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നു. എങ്ങും വിട്ടുകൊടുക്കാതെ എന്നെ സൂക്ഷിച്ചു വെച്ചൊരു ദൈവം എന്നെ ഒത്തിരി അനുഭവങ്ങളോട് കടത്തിവിട്ട് ആ തീയിൽ കൊടുത്ത് വെല്ലത്ത് പാടില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം കണ്ടു, കാണിച്ചു, പഠിപ്പിച്ചു, അവയെ ഉറപ്പിച്ച ശേഷമാണ് ഈ പ്രതികൂലം എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരുന്നത്. ഇവിടെയൊക്കെയും തോൽക്കാൻ നിൽപ്പോൾ കരുത്ത് ദൈവം നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വിഷയം അങ്ങനെ തീർന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ എനിക്കൊരു അറിവ് കിട്ടി. ഒരു പേപ്പർ വന്നിട്ടുണ്ട്, റിയാദിൽ നിന്ന് 3 ദിവസത്തിനകം നിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യണം. അല്പം എനിക്ക് ഭാരം തോന്നി. കാരണം കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പുതുതായി വരുന്ന വിശ്വാസികള്, സഭയൊന്നും ആയിട്ടില്ല, അതിനെ പഠിച്ചു വരുന്ന വിശ്വാസികൾ, പുതുവിശ്വാസികള്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്കാവും കാര്യങ്ങളെന്ന് എനിക്കറിയാം. ആ ഒരു സാഹചര്യമല്ല എന്നോട് ഉള്ളത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ കടന്ന്, ആലയത്തിൽ കടന്ന്, സഭാഹാളിൽ കടന്നിട്ട് വാതിലടച്ചിട്ട് ദൈവത്തോട് ശക്തമായി നിലവിളിച്ചു. എൻ്റെ കണ്ണീര് സ്വർഗം കണ്ടു. അന്ന് വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു, വ്യാഴാഴ്ച വൈകിട്ട്. ആ വ്യാഴാഴ്ച വൈകിട്ടത്തിലെ എൻ്റെ മെസ്സേജിനിടയിൽ ഞാൻ അറിയാതെ ഒരു പ്രഖ്യാപനം ആത്മാവിൽ നടത്തി. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ആ ഫയലുകൾ മരവിക്കുന്നു. നിങ്ങൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിന്നെ ആ ഫയൽ കണ്ടിട്ടില്ല. 3 ദിവസം എന്നുള്ളതിന് പകരം 3 മാസം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. വർഷങ്ങളേതാണ്ട് 2 വർഷത്തോളം ഞാൻ അവിടെ നിന്നു. അനേക ആത്മാക്കളെ വീണ്ടും കർത്താവ് നേടുവാൻ സഹായിച്ചു. ആ ഫയലുകൾ മരവിച്ചു. നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടുന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം, അധികാരം ദൈവം എന്റെ മേൽ കൈമാറി ഓർത്ത് സ്തോത്രം ചെയ്യുക. എനിക്ക് മാത്രമല്ല, കർത്താവിന് വിശ്വസ്തയോടെ പിൻപറ്റുന്ന സകല ഭക്തന്മാരുടെ മേലും ദൈവം വരം നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി തീരട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. അനേക രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നവരായ ദൈവം നിങ്ങൾ തീർക്കട്ടെ. ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. ആ വിഷയം അങ്ങനെ കഴിഞ്ഞു. വീണ്ടും ഇങ്ങനെ അനേക ആളുകൾ രക്ഷിക്കപ്പെടുകയാണ്. വലിയ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക ശ്രമയാല്. വീണ്ടും വർഷങ്ങൾ മുന്നോട്ട് പോയി. എൻ്റെ 2001 ആയപ്പോൾ വലിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ആരാധന തുടങ്ങി. ആ സമയത്താണ് കർത്താവിന് ദാസന്മാരോട് വന്നിട്ടുണ്ട് പലരും. പ്രിയ സംസാര ആ സമയത്ത് അവിടെ വരുവാനൊക്കെ ഇടയായി തീർന്നു, കാണുവാനിടയായി. തുടർന്ന് പക്ഷെ ജോസഫ് സാം, അദ്ദേഹം സെന്റ് ജോർജ് സെൻട്രൽ പാസ്റ്ററാണ്, അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്, അവരൊക്കെ സാക്ഷികളാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഞങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പലരും എഴുതി അയക്കുന്നുണ്ട്. പലരോട് പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ ലൊക്കേഷനും സ്ട്രക്ചറെല്ലാം പോയിട്ടുണ്ട്, സൂക്ഷിക്കണം പാസ്റ്റേ എന്ന് പറഞ്ഞു. എനിക്കറിയാം, നമ്മളെ സൂക്ഷിച്ചാൽ കഴിയില്ല. കർത്താവ് പറഞ്ഞു, നമ്മളെ സൂക്ഷിച്ചാൽ നമ്മളതിനെ കളയും. സ്വർഗം സൂക്ഷിക്കാതെ ഒരു സൂക്ഷിപ്പില്ലെന്നറിയാവുന്നതിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന നല്ല ഉറപ്പുള്ളത് കൊണ്ട് ഒരു കൂട്ടായ്മ മുടങ്ങാതെ ശക്തമായി മുന്നോട്ട് പോയി. ആ സമയത്ത് പാസ്റ്റർ ഈ പഞ്ചരയാണ് വരുവാൻ ഇടയായി. ഈ പഞ്ചര എന്നാന്ന് ഞങ്ങള് വീട്ടിൽ നിന്ന് വീട് റെഡി ചെയ്തൊരു വാർത്ത വന്നു. ഈ പഞ്ചര പാസ്റ്റർ ഉൾപ്പെടെയാണ് ഇന്നത്തെ ബൈബിളുകളും പാട്ടുസലും കാർട്ടൂണുകളാക്കി പെട്ടെന്ന് സ്ഥലം മാറ്റുവാനൊക്കെ ഇടയായി തീർന്നൊക്കെ അദ്ദേഹത്തിന്റെ കാലത്താണ്. അതിനുശേഷം പാസ്റ്റർ ഈ പഞ്ചദോസോട് വന്നു. പഞ്ചദോസം വരുന്ന വാർത്ത പുറത്തറിഞ്ഞ് ആരോ വീണ്ടും ഒറ്റിക്കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റർ വരുന്നുണ്ട്. അവർ പറഞ്ഞ മറ്റു വാർത്തകള് മുസ്ലിങ്ങളെ മതം മാറ്റുന്നു തുടങ്ങിയതായ ചില ന്യൂസുകൾ അവർ കൊടുത്തിട്ട് വീണ്ടും ഞങ്ങളെ റെഡി ചെയ്യാൻ തീരുമാനിച്ച്. ഞാൻ അറിയുന്നില്ല. എന്നാൽ 2-3 ആഴ്ചയൊക്കെ മാറ്റിയൊക്കെ വാച്ച് ക്യാമ്പുകളിലും ഒക്കെ കൊണ്ട് പ്രാർത്ഥന നടത്തി. അവിടെ നടത്താൻ കഴിയാഞ്ഞ പലപ്പോഴും പനന്തോട്ടങ്ങളിൽ കൊണ്ട് പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഞങ്ങള് രാത്രിയുടെ യാമങ്ങളിൽ പാർക്കിൽ വെച്ചിട്ടുണ്ട്. വലിയ പർവ്വതങ്ങളുണ്ടെങ്കിൽ 250 കിലോമീറ്റർ ഒരു വെള്ളിയാഴ്ച ദിവസം വെളുപ്പിന് 5 മണിക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് 250-300 കിലോമീറ്റർ അകലെ ബസ് കയറി വണ്ടിയിട്ട് വലിയ മലകളുടെ മണ്ടയ്ക്ക് പാറപ്പൊടുക്കളിൽ പോയി ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലെ അപ്പോസ്തലന്മാര് എങ്ങനെയായിരുന്നു എന്ന് പലപ്പോഴും എബ്രാഹിം കേൾക്കുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ചെയ്യുന്നത്. ഒരു കാര്യം സത്യമായി ഞാൻ പറയാം, ഒരൊറ്റയാഴ്ച പോലും സഭായോഗം മുടക്കിയിട്ടില്ല. വല്ലതും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ സഭായോഗം മുടക്കി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ സഭായോഗം മുടക്കുക എന്ന് പറഞ്ഞാൽ ജീവശ്വാസം നിൽക്കുന്നതിന് തുല്യമാണ്. ഞങ്ങളുടെ ജീവശ്വാസമായിരുന്നു ആരാധന. ഒറ്റയാഴ്ച പോലും മുടക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ആഴ്ചയിൽ 4-5 മീറ്റിംഗ് ഉണ്ട്. എല്ലാത്തിലും ദൈവങ്ങളെല്ലാം കടന്നു വരും. വളരെ ആവശ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ട സമൂഹം ദൈവം ഞങ്ങളോട് തന്നു ഓർത്ത് സ്വന്തം. അവരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിത അവരുടെ ആഗ്രഹമാണ് ദൈവം പിന്നീട് ഫലവത്താക്കാൻ ഇടയായി തീർന്നത്.
അങ്ങനെ ആരാധിച്ചവരെ ഒരു ദിവസം വീണ്ടും ഈ വലിയ വീട് ഞങ്ങള് വീണ്ടും പ്രാർത്ഥന വെച്ചു. വലിയ സന്നാഹങ്ങളുമായിട്ടാണ് അവർ ഞങ്ങളെ പിടിക്കാൻ വന്നേക്കുന്നത്, വലിയ സന്നാഹങ്ങളുമായിട്ട്. ജഡ്ജി ഉൾപ്പെടെ അവർ കിട്ടിയേക്കുന്ന വാർത്ത, ഇതിനകത്ത് വലിയ അനാശാസ്യ പ്രവർത്തനം നടക്കുന്നു, ലിക്വറുണ്ട്, എന്നൊക്കെ പല വാർത്തകൾ കിട്ടിയതുകൊണ്ട് ആ രീതിയിൽ അവർ വന്നിരിക്കുന്നത്. AK-47 തോക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4ഓളം ഡിപ്പാർട്ട്മെന്റ് ഒന്നിച്ചു വന്നിരിക്കുക, ജഡ്ജി ഉൾപ്പെടെ. അവർ മതില് ചാടി അകത്ത് കടന്ന്, ബാക്കിലെ ഡോറ് കൃപയാൽ പൂട്ടിയിട്ടില്ലായിരുന്നു, അവരകത്ത് വന്നു. സങ്കീർത്തനം വായിക്കാൻ സമയമായി. ജനം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊന്ന് പാടി വീണ്ടും രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ സങ്കീർത്തനത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നില്ല, എന്തോ ഒരു വൈമനസ്യം. മൂന്നാമത് വീണ്ടും പാട്ട് റിപ്പീറ്റ് ചെയ്താൽ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ്. ആളുകളും AK-47 തോക്കുമായി കമാൻഡോസ്, സാധാരണ പോലീസ് അല്ല, കമാൻഡോ, സ്പെഷ്യൽ കമാൻഡോസ് കാവൽ നിൽക്കുന്നു, വളഞ്ഞു നിൽക്കുന്നു. നടുക്ക് ജഡ്ജി നിൽപ്പുണ്ട്. ഞെട്ടിപ്പോയി. എന്റെ മുഖത്ത് ജോൺ എന്ന് കുഞ്ഞാണ്, ട്രംപ് അടിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. സമന്വന് വളരെ ധീര കുഞ്ഞാണെന്ന് അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പെട്ടെന്ന് അവർ ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്തു. വീട് കൊണ്ട് റെഡി ചെയ്തു. വീട് റെഡി ചെയ്തപ്പോൾ ഒരുപാട് കാസറ്റുകൾ കിട്ടി, വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റ് കിട്ടി, ആൽബങ്ങൾ കിട്ടി. ആൽബത്തിലെ ഫോട്ടോസ് അവർ കണ്ടു, സ്ഥാനത്തിന്റെ ഫോട്ടോസ് കണ്ടു. ഈ ആൽബക്കുളം എവിടാന്നവർക്ക്, ഈ സ്ഥാനക്കുളം എവിടാന്നവർക്ക് അറിയണം. വീടിന്റെ ടെറസിൽ പോയപ്പോൾ സ്ഥാനം നടത്താൻ വേണ്ടി ഞങ്ങൾ എന്ന് ഈ ദർബിൽ പോകുന്ന വെള്ള ദൂരവും പ്രയാസമായതുകൊണ്ട് ഞങ്ങൾ ഇരുമ്പുകൊണ്ട് സ്ഥാനക്കുളം ഏറ്റവും ടോപ്പില് രണ്ട് നില ഉയരത്തിൽ ഉണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് പോയി കണ്ടപ്പോൾ കുറെ കൂടെ വൈരാഗ്യം കൂടി ഞങ്ങളെല്ലാം പിടിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർക്ക് നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് റിയാദിലേക്ക് പ്രിൻസുമാരെ ഫോൺ ചെയ്യുന്നു, രാജാക്കന്മാരെ ഫോൺ ചെയ്യുന്നു. ഒരു തീരുമാനം നിർത്താൻ കഴിയുന്നില്ല, സമയങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉച്ചയെടുക്കാറായപ്പോൾ വലിയ ബസ്സുകൾ വന്ന് ഞങ്ങളെല്ലാം 2-3 ബസ്സിനായിട്ട് അത് അകത്താക്കി. ഇവിടെ കിട്ടിയ കാസറ്റും ബൈബിളെല്ലാം ഉൾപ്പെടെ എണ്ണി വലിയൊരു മേശവിരി ഉണ്ട്. ആ മേശയുടെ വിരി എടുത്താനത്തിച്ച് കെട്ടി 8 പേര് കൂടി അത് പൊക്കിയത്. ഒരു കണക്കിലെങ്ങാണ്ട് 200 ചില്ലാനും പുസ്തകങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് എടുത്തുകൊണ്ട് ഞങ്ങളെ ബസ്സിൽ കയറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്പം പോലും ദൈവനും പതറിയില്ലെന്നുള്ള വലിയ കാഴ്ച കാണാൻ തക്കോണം വീടുകളുടെ മുകളിൽ പബ്ലിക്കെല്ലാം കണ്ടോണ്ടിരിക്കുക, നാട്ടുകാർ വീട് കണ്ടോണ്ടിരിക്കുക. എല്ലാം ഭയത്തിലാ, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാൻ വയ്യ. അമ്മയെ എന്നാൽ ഞങ്ങൾക്ക് ആ ഭയം ഉള്ളിൽ ഉണ്ടായില്ല. ഞങ്ങളുടെ സഹോദരിമാർ കൈയടിച്ച് ദൈവത്തെ ആ വണ്ടി ഇരുന്നിട്ട് ആരാധിക്കാൻ തുടങ്ങി. വനിതാ പോലീസ് ഉണ്ടായിരുന്നു, വനിതാ പോലീസ് കൂട്ടത്തിൽ കൈയടിച്ച് ദൈവത്തെ ആരാധിച്ചു. രാത്രി മതപുരോഹിതന്മാരോടെ ഞങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം അവിടെ വിസ്താരം കഴിഞ്ഞിട്ട് പോലീസിന്റെ മുമ്പിൽ വീണ്ടും വിട്ടുകൊടുത്തു. പോലീസ് അതിന്റെ അധികാരങ്ങൾ, ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ ഞങ്ങൾ നേതാക്കന്മാർ ധരിച്ചിട്ട്, ഫ്രണ്ട് ചെയ്ത് നേതാക്കന്മാർ ധരിച്ചിട്ട് അവരെ വിസ്തരിക്കാൻ തുടങ്ങി. പിന്നെ എന്നെ ഒറ്റയ്ക്ക് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് അതിന്റെ പരമാധികാരി എന്നെ വിസ്തരിക്കാൻ തുടങ്ങി. എനിക്കതിലെ ചാർജ് ഷീറ്റ് അവർ എഴുതാൻ തുടങ്ങി. മഹസർ, ഒരു പിങ്ക് കളറുള്ള മഹസർ ഷീറ്റിൽ എനിക്കതിലെ ചാർജുകൾ എഴുതുക. എഴുതിയിട്ട് ശരിയാവാൻ ചുരുട്ടി വീണ്ടും ഗാർബേജിലിടും. വീണ്ടും അടുത്ത കടലാസ് എഴുതും. വീണ്ടും എഴുതി ശരിയാവുന്നില്ല, ഇടാൻ തുടങ്ങും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം അവരെ തൊടാൻ തുടങ്ങി. സ്തോത്രം. ആരാൻ രാജനെ കണ്ണുകുരുടാക്കിയ സ്വർഗത്തിലെ ദൈവം അധികാരങ്ങളെ തൊടാൻ തുടങ്ങി. മണിക്കൂർ രാവിലെ വെളുപ്പിനെ അവർ ഞങ്ങളെ പിടിക്കാൻ വേണ്ടി സന്നാഹം ഒരുക്കിയതാ. ഒരു ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, ക്ഷീണിച്ചു. സൗദികളെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കാൻ വിദ്ധിമുട്ടുണ്ട്. ഓരോരുത്തരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സ്ഥലം പെടാൻ തുടങ്ങി. വിട്ട് സെക്കൻഡ് ഷിഫ്റ്റിൽ വന്നൊരു ക്യാപ്റ്റൻ, ഞങ്ങളുടെ സഹോദരൻ പ്രിയ തിരുവല്ലയിലുള്ള ഒരു സാബുവർ, അദ്ദേഹത്തിന്റെ ഒരു നേരെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തെ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു അനുകമ്പ തോന്നി. നിങ്ങൾ നിയമപരമായി വിടാൻ കഴിയില്ല, കാരണം വലിയൊരു മാരകമായ കേസിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്, തൊണ്ടി മുതലുണ്ട്. എങ്കിലും അദ്ദേഹം പറഞ്ഞു വരട്ടെ, ഇവരെല്ലാം പോട്ടെ എന്ന് പറഞ്ഞു. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളെല്ലാം കൊണ്ട് എഴുതി ഒപ്പിടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. വലിയ സന്തോഷമായി. ദൈവം അത്ഭുതം ചെയ്തു. അപ്പൊ മറ്റൊരു ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന ആ വലിയ കെട്ട്, അതിനകത്ത് 100 കണക്കിന് കാസറ്റ്, ആൽബം, ബൈബിളുകളെ, പാട്ടുപുസ്തകം. ആൽബം ഒരെണ്ണം വിട്ട് കേട്ടാൽ ബുദ്ധിമുട്ടാകും, കാരണം പലപ്പോഴും മതത്തിനെതിരെ പ്രസംഗിച്ച പല പ്രസംഗങ്ങൾ അതിനകത്തുണ്ട്. നമ്മളെ ജീവൻ അപകടത്തിൽ അതിൽ കൂടെ മറ്റൊന്നും വേണ്ട, അത്ര അപകടകരമായ വിഷയങ്ങളുള്ള കാസറ്റുകളുണ്ട്. വയസ്സിലോ എന്ത് ചെയ്യും, പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കെട്ടെന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എടുത്തൊരു പാവം പറഞ്ഞു. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് തൊണ്ടി മുതൽ ഒരു പോലീസുകാരൻ തിരിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും സംഭവിക്കത്തില്ല അങ്ങനെ. അവർക്ക് തെളിവായി കിട്ടിയ തൊണ്ടി മുതൽ കേസ് തീരുന്നവർ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതി ലോകത്തിന്റെ ചരിത്രത്തിൽ എങ്ങുമില്ല. ഇതാദ്യമായി സംഭവിച്ചു. ആ തൊണ്ടി മുതൽ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങളെ കെട്ടെടുത്തോണ്ട് സ്തോത്രം പറഞ്ഞ് അവൻ തിരിച്ച് ഞങ്ങളുടെ ആലയത്തിലേക്ക് മടങ്ങി വന്നു. മടങ്ങി കാണുന്ന അതിഭീകരമായ കാഴ്ച, പോലീസ് പട്ടാളം താണ്ഡവമാടിയൊരു വീട്, എല്ലാം തരിപ്പണമായി കിടക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഭാരം തോന്നിയില്ല. വിടുവിച്ച ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ചു. ബാക്കി സങ്കീർത്തനോടെ വായിച്ചു തീർത്ത് അന്നുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ദൈവങ്ങൾ തിരിച്ചു വരണിയായിത്തത്. എന്നാൽ അതിനുശേഷം ഒറ്റയ്ക്ക് ഓരോരുത്തരെയും ഒരു വിസ്താരത്തിന് വേണ്ടി വിളിച്ചു. വിസ്തരിപ്പാനും
ചിലവരൊക്കെ ഡിപ്പോർട്ട് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. അന്നൊക്കെ ദൈവമക്കളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വിഷയം സംബന്ധിച്ച് നടപടി സ്വീകരിച്ച ഒറ്റയാൾക്ക് പോലും ഒരു ദോഷവും സംഭവിച്ചില്ല. അവരെയൊക്കെ സ്വർഗം പിന്നീട് മാനിപ്പാനിടയായി, അവരൊക്കെ ദൈവത്താല് അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവയെ ആരാധിക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങള് പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ ആരാധിച്ചു. ഒരു ദിവസം ആലപ്പുഴ സ്വദേശിയായ പ്രിയ കുഞ്ഞുമോൻ തോമസ് എന്ന് പറയുന്ന പ്രിയ സഹോദരന്റെ ഭവനത്തിൽ ബലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഞങ്ങളെ ഒറ്റുകൊടുത്ത് ഞങ്ങളെ വീണ്ടും പിടിച്ചു. ഈ വാർത്ത അറിയാതിൽ അറിഞ്ഞു. അന്ന് സൗദി അറേബ്യ ഭരിക്കുന്നത് അന്നത്തെ സൗദി അറേബ്യ ആഭ്യന്തരമന്ത്രി നൈഫ് രാജകുമാരൻ എന്ന് പറയുന്ന രാജകുമാരനാണ്. അന്നത്തെ കരുത്തനായ ഒരു ആഭ്യന്തരമന്ത്രി അദ്ദേഹം. അൽഖയ്ദയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി. അതിശക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന് വലിയ കോപം ഉണ്ടായിട്ട് അദ്ദേഹം ഓർഡർ ഇട്ടു, ഈ കേസിൽ പ്രതികളായിരിക്കുന്ന എല്ലാ സഹോദരന്മാരുടെ പേരിലും മേൽസിന്റെ പേരില് വാണ്ടർ ലിസ്റ്റ് കേസെടുത്തേക്കാൻ പറഞ്ഞു. വല്ലാത്ത ബുദ്ധിമുട്ടായി. ഞങ്ങളെല്ലാം പേരില് വാണ്ടർ ലിസ്റ്റ് ചാർജ് ചെയ്ത് കേസെടുത്തു. ഓട്ടോമാറ്റിക് ഞങ്ങളുടെ വിസ ക്യാൻസലായി. 2022 ഈ മൂന്നാമത് ഞങ്ങളെ വീണ്ടും പിടിക്കുന്നത്. ഇന്ന് 15 ദിവസത്തോളം ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. കർത്താവ് അവിടുന്ന് വിടിവിപ്പാനിടയായി. എങ്കിലും പ്രശ്നം തീർന്നില്ല. വാണ്ടർ ലിസ്റ്റ് ഞങ്ങളെല്ലാം പ്രതിയായി. വിസ തീർന്നു, പുറത്തിറങ്ങാൻ കഴിയില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. വല്ലാതെ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഞാന് റിയാദിലേക്ക് ഒളിവിലേക്ക് പോകാനിടയായി. അവിടെ ട്രൈബ്സ് താമസിക്കുന്ന 2002 ലാസ്റ്റില് ആദിവാസികൾ, ട്രൈബ്സ്, കറുത്തവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരിടത്തേക്ക് ഞാനൊരു കുഞ്ഞുങ്ങളെയും ഭാര്യയുമായി അവിടെ ഒളിവിൽ പോയി. അവിടെ ആർക്കും അറിയാമില്ല, ഒളിവിൽ കഴിയുകയാണ്. ഇങ്ങനെ ദിവസങ്ങൾ 1.5 വർഷം അവിടെ അങ്ങനെ ഒളിച്ചു കഴിഞ്ഞു. ജോലിയില്ല, ജീവിക്കാൻ സാഹചര്യമില്ല, പണമില്ല. എന്നാൽ കാക്കയെ കൊണ്ട് ആഹാരം തരുന്ന ദൈവം ഞങ്ങളെ അവിടെ പോറ്റുവാനിടയായി. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം ഞങ്ങളെ പരിപാലിച്ച് 1.5 വർഷം അങ്ങനെ ഒളിച്ചു കഴിയുമ്പോൾ 2003 ഒക്ടോബർ 26 അല്ലെങ്കിൽ 1924 റമദാൻ 1-ാം തീയതി, റംസാന്റെ 1-ാം ദിവസമാണ്. അവരുടെ വർഷം അനുസരിച്ച്, ഹിജ്റ വർഷം അനുസരിച്ച് 1424 റമദാൻ 1-ാം ദിവസം. അപ്പൊ നമ്മുടെ കലണ്ടർ അനുസരിച്ച് 2003 ഒക്ടോബർ 26 രാവിലെ 1 മണിയായപ്പോൾ ഞാനും എന്റെ വൈഫും കൂടി യാത്ര ചെയ്യുമ്പോൾ എന്റെ കാർ ആക്സിഡന്റിൽ പെട്ടു. എങ്ങനോ മറ്റൊരു പിക്കപ്പ് എന്നെ ഇടിക്കാൻ വന്ന് വെട്ടിച്ച് വലത്തേക്ക് വലിച്ചപ്പോൾ വലിയ മതിലിടിച്ച് വണ്ടി തകർന്നു. ആ വൈഫിന്റെ കൈയുടെ ടെൻഡനെല്ലാം കംപ്ലീറ്റ് കൈ പറഞ്ഞു പോയി. ഞാനും കയ്യിലൊക്കെ മുറിവുകളായി, ചതവുകളൊക്കെ ആയിട്ട് പൈസലോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവിടുത്തെ അടുത്തുള്ള മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ടുപോയി. പോലീസ് വന്ന് കൊണ്ടുപോയി, ആംബുലൻസ് വന്ന് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്റെ വിസ അവിടെ അക്കാമ എന്നാ പറയുന്നത്. വിസ ചോദിച്ചു. ഞാൻ അക്കാമ കൊടുത്തപ്പോൾ അക്കാമ കമ്പ്യൂട്ടർ അടിച്ചപ്പോൾ കമ്പ്യൂട്ടർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. വാണ്ടഡ്. നിമിഷനേരം കൊണ്ട് സൗദി അറേബ്യയാണ്. നിമിഷനേരം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ മുഴുവൻ പോലീസും പട്ടാളം വളഞ്ഞു. വൈഫിനെ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ അമ്മയെ തിരിച്ചു വിട്ടു. അവിടെ ഒരു UK കാരി സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു വിശ്വാസി ആയതുകൊണ്ട് അവർ റൂമിൽ കൊണ്ടുപോയി ആദ്യം. പിന്നെ അവര് സ്വന്തം ഭവനത്തിലേക്ക് എത്തിക്കാനിടയായി. ഞാന് വിവരങ്ങളൊന്നും അറിയാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വേദന കൊണ്ട് പോയ കാലെല്ലാം ചതഞ്ഞ്, ആക്സിഡന്റിൽ കാലെല്ലാം ചതഞ്ഞിരിക്കുന്നു. ആ കാല് വ്രണമെല്ലാം പഴുത്തു, നീര് കയറി, വലിയ വേദനയാണ്. ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വീട്ടിലന്ന് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട് 2 പേര്. വൈഫിന് ആക്സിഡന്റ് ആയി, വേദന കൊണ്ട് പുളയുന്ന ഒരു സന്ദർഭം. എന്തായി തിരുന്നു അറിഞ്ഞുകൂടാ, ഒരു വിവരവും പുറത്തറിയത്തില്ലല്ലോ. ഇങ്ങനെ വേദന കൊണ്ട് പുറഞ്ഞു കഴിയുമ്പോഴേ ദിവസങ്ങൾ ഇനി കടന്നു പോകുകയാ. എനിക്കറിയാം കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ഇത്രയും ഉണ്ടായിട്ട് എനിക്കൊരു പിറുപിറുപ്പോ ഒരു ബുദ്ധിമുട്ടോ ദൈവത്തോട് പറയും. ഇത്രയും കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരിക്കൽ പോലും എനിക്കിത് സംഭവിച്ചുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഓരോ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഓരോ ജയിലടയ്ക്കപ്പെടുമ്പോഴും, കൂട്ടായ്മ പിടിക്കപ്പെടുമ്പോഴും ഒന്നെനിക്കറിയാം, ഇതിന്റെ പുറകിൽ മറ്റൊരു അത്ഭുതം ദൈവം സൂക്ഷിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഹൃദയം സന്തോഷമാണ്. കാരണം കർത്താവിന് വേണ്ടി ഇത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഈ കർഷകർ പറയുന്ന ക്രിസ്തുയേശുവിന് വേണ്ടിയുള്ള കഷ്ടം, പത്രോസ് പറയുന്ന പോലെ യേശുക്രിസ്തുവിനുള്ള കഷ്ടം സഹിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. അതിന് നിത്യതയിൽ പ്രതിഫലമുണ്ട്. എനിക്ക് മാത്രമല്ല, തലമുറയുടെ മേൽ ദൈവത്തിന് നീതിയായി കണക്കിടുന്നുള്ളതിന് ഒരു സംശയമില്ല. സന്തോഷത്തോടെ ആ കാരാഗ്രഹവാസം സഹിപ്പാനിടയായി തീർന്നു. കാര്യം പറയട്ടെ, സൗദി അറേബ്യ ജയിലറ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ തടവറയല്ല, വളരെ ക്രൂരമായ തടവറയാണ്. വെളിച്ചമില്ല, പലരും ഒന്നിച്ചിട്ടിരിക്കുകയാണ്. പല വർഗ്ഗക്കാരെ, പല നാട്ടുകാരെ, പല രാജ്യക്കാരെ, പല കേസിൽ പ്രതികളെ ഉൾപ്പെടെ ഒന്നിച്ചുകൊണ്ട് പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഹാള്. മൂത്രമൊഴിക്കുന്നതും എല്ലാം അവിടെ തന്നെ. അവര് വൃത്തിയില്ല, കിടക്കാനൊക്കത്തില്ല. എന്നാല് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, പത്രോസ് ഉറങ്ങിയ പോലെ
അവിടെ കിടന്ന് ഭംഗിയായി ഉറങ്ങിയൊരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. അതുപോലെ സൂക്ഷ്മമായി ജീവിച്ചൊരു ഞാൻ ഒരു ഭാരം അറിയാതെ ഭംഗിയായി അവിടെ കിടന്നുറങ്ങി. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തു. ദിവസങ്ങളിൽ കടന്നുപോയി. എന്റെ താടി വളർന്നു, മുടി വളർന്നു, അല്ലാതെ വികൃതമായിരിക്കുന്നു. എനിക്കൊരു വാർത്ത കിട്ടി. വ്യാഴാഴ്ച ഒരു വാർത്ത കിട്ടി. നാളെ എന്നെ കയ്യിൽ വിലങ്ങ് വെച്ച് പഴയ സ്ഥലത്തെല്ലാം കൊണ്ടുപോകും വിസ്തരിക്കാൻ വേണ്ടി. അന്ന് ഞാൻ ദൈവത്തോട് കാര്യം പറഞ്ഞു, കർത്താവെ, ഇതുവരെ ഞാൻ പിറുപിറുത്തിട്ടില്ല. നാളെ എന്നെ കൈ വിലങ്ങ് വെച്ചിട്ട് എന്നെ ഈ വികൃതമായ രൂപത്തിൽ എന്റെ പഴയ സ്ഥലങ്ങൾ വിസ്തരിക്കാൻ കൊണ്ടുപോകുന്നത് എനിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഞാൻ പറഞ്ഞു. സ്തോത്രം. ആത്മാവിൽ ഞാൻ പറഞ്ഞു ദൈവത്തോട്. കാരണം ദൈവത്തിന്റെ സാമീപ്യം ഞാൻ അറിയുക. പലപ്പോഴും പത്രോസ് ജയിലിലായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉറക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അനുഭവങ്ങളൊക്കെ ദൈവത്തിന് ഞാൻ ജനത്തോട് പ്രസ്താവിച്ചിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് എ റിയാലിറ്റി, ഇതൊരു വാസ്തവമാണ്. ദൈവം എനിക്ക് വേണ്ടി ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ, അന്ന് രാത്രി ദൈവം എന്നെ വിടുവിച്ചു. അതിനും ഒരുപാട് സാഹചര്യങ്ങൾ ഒരുപാട് ശ്രമിച്ചു. എനിക്ക് പുറത്തിറക്കാൻ വേണ്ടി ഒരുപാട് പേര് എന്നെ വേണ്ടി അധ്വാനിച്ചു. പല രീതിയിൽ ശ്രമങ്ങൾ നടത്തി. ഒരിക്കൽ പത്രസമ്മേളനം എനിക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ബുഷ് ഇടപെട്ടിട്ടുണ്ട്. ഒന്നും നടന്നില്ല. ഇതിനെന്റെ ഭാര്യ സഹോദരി ഒരു ഈജിപ്ഷ്യൻ ഡോക്ടറെ കൊണ്ട് പേപ്പറൊക്കെ എഴുതിച്ച്, അറിവിൽ എഴുതിച്ച് ഒപ്പിട്ട് അന്നത്തെ റിയാദ് ഗവർണറായ സൽമാൻ രാജകുമാരനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തി കണ്ടു. എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം വളരെ അനുഭാവപൂർവ്വം അത് പരിഗണിച്ചു. അതിന്റെ പ്രതിഫലമായിരിക്കും ഇന്ന് അദ്ദേഹം സൗദി അറേബ്യയുടെ രാജാവാണ്, സൽമാൻ രാജകുമാരൻ. മറ്റു പലർക്കും കിട്ടാതെ അദ്ദേഹത്തിന് കിട്ടി. അന്ന് അനുഭാവപൂർവ്വം അദ്ദേഹം പരിഗണിച്ച് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു. എന്നാൽ ആഭ്യന്തരമന്ത്രിയുടെ ഓർഡർ ആയതുകൊണ്ട്, നൈഫ് രാജകുമാരന്റെ ഓർഡർ ആയതുകൊണ്ട് പോലീസ് നിഷേധിച്ചു. പിടികിട്ടാപ്പുള്ളിയാണ്, വിടാൻ പറ്റില്ല. എനിക്കതിനുള്ള ചാർജ് ഷീറ്റ് പള്ളി കൊടുത്തു, കാസറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, മതം മാറ്റുന്നു. ഒരുപാട് ആരോപണങ്ങളാണ് എന്റെ കേസ് അറിഞ്ഞിരിക്കുന്നത്. അത് വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വിട്ടില്ല. എന്നാലും ഒരു കാര്യം പറയട്ടെ, ഞാൻ ദൈവത്തോട് പറഞ്ഞ അന്ന് രാത്രി കർത്താവ് ഇറങ്ങി വന്നതിനെ വിടുവിക്കാനിടയായിത്തും. ഞാൻ വളരെ വർഷം അനുഭവത്തോട് സാന്ദർഭികമായിട്ട് ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുക. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ. പത്രോസിനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. പത്രോസിനെ കാപ്പാൻ 4 ചേവറുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു തോന്നുന്നു. ഹെരോദ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചെന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരകനെ കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഇന്നും കർത്താവ് നമുക്ക് ഇറങ്ങി വരും. ഇവിടെ എഴുതിയിരിക്കുന്നു, പത്രോസിനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ, അവഹേളിക്കുവാൻ, നിന്ദയാക്കുവാൻ തീരുമാനിച്ചതിന്റെ തലേ രാത്രി. അതെന്റെ സ്വന്തം ജീവിതത്തെ അനുഭവമായപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ എന്നെ കയ്യിൽ വിലങ്ങ് വെച്ച് എന്റെ പഴയ സ്ഥലത്ത് കൊണ്ടുപോയി വിസ്തരിപ്പാൻ വേണ്ടി അധികാരങ്ങൾ തീരുമാനിച്ചതിന്റെ രാത്രി, തലേ രാത്രി, വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ജലീൽ എന്നെ റിലീസ് ചെയ്തു. ലോകത്തിലൊരിടത്തും 6 മണി കഴിഞ്ഞാൽ പിന്നെ ആരെയും റിലീസ് ചെയ്തില്ല. കോടതി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ജാമ്യം കിട്ടത്തില്ല. എന്നാലും ജാമ്യം കൂടാതെ, ഒരു ജാമ്യക്കാരനില്ലാതെ ദൈവത്തോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് എന്നെ അവിടുന്ന് വിടുവിക്കാനിടയായി. എവിടെ എന്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ വണ്ടിയില് എന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വലിയ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വന്ന മാസ്റ്റർമാർക്ക് ഉൾപ്പെടെ വലിയ പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത്. എന്നാൽ ഇവരും അന്ന് കണ്ണീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഉപവാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഥയിൽ കൊട്ടുമ്പോൾ ഓരോന്ന് കഥ തുറന്നു പോയാലും വിശ്വസിക്കാൻ വയ്യ. എന്റെ വേഷം കണ്ട എന്നെ തിരിച്ചറിയാത്ത രീതിയിലുള്ള വേഷമെങ്കിലും ഒരു അത്ഭുതമായി അവർ കാണുക. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. സഭയുടെ ശ്രദ്ധയോട് പ്രാർത്ഥന ഫലിക്കുന്ന പ്രാർത്ഥന. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ ചെറുപ്പക്കാരൻ ചോദിക്കാറുണ്ട്, അത്ഭുതങ്ങൾ പണ്ടല്ലായിരുന്നോ? ഈ 21-ാം നൂറ്റാണ്ടിൽ അത്ഭുതം ഉണ്ടോ എന്ന് ചോദിക്കുന്നതോട് ഞാൻ പറയട്ടെ, അത്ഭുതം നിന്നു പോയിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതിനേക്കാൾ അനേകം മടങ്ങ് അത്ഭുതമുള്ള ഒരു കാലമായി കാരണം ഇത് കൊയ്ത്തിന്റെ കാലമാണ്. അതാണ് ആവശ്യത്തിന് ഉൾപ്പെടെ ഈ മീഡിയയിലൂടെ അനേകരെ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഇത് കൊയ്ത്തായതുകൊണ്ടാണ്. ഇത് കേൾക്കാതെ ഒരാൾ പോലും നഷ്ടപ്പെടരുത്. ഈ സദ്വർത്തനം കേൾക്കാതെ ആരും നഷ്ടപ്പെടരുത്. യേശുക്രിസ്തുവിനെ അറിയാതെ ആരും നഷ്ടപ്പെടരുതെന്നുള്ള ദൈവത്തിന്റെ വലിയ ആഗ്രഹം കൊണ്ട് ഒരുപാട് മീഡിയ, സോഷ്യൽ മീഡിയകൾ ഉൾപ്പെടെ ദൈവം ഈ വചനം ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് അഫ്ഗാൻ യുദ്ധം. ഞങ്ങൾക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഏറ്റവും കൊടുമ്പിരി കൊണ്ട അത്യന്താധുനിക യുദ്ധമാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്ന യുദ്ധം. അതിനുമ്പ് നടന്ന യുദ്ധമാണ് കുവൈറ്റ് വാർ, ഗൾഫ് വാർ. അതിനുശേഷം നടന്ന ഏറ്റവും അത്യാധുനിക യുദ്ധമാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നത്.
അതിന്റെ കാരണം എന്താണ്? പലരും പറയും വൈസലോൺ താലിബാനാണ് വിഷയം, അല്ലെങ്കിൽ അൽ ഖയ്ദയാണ് വിഷയം, ബിൻ വിഷയം എന്നൊക്കെ പറയും. എന്നാൽ ഞാൻ പറയട്ടെ, അതൊന്നുമല്ല. അന്ന് 4 മിഷണറിമാർ അഫ്ഗാനിസ്ഥാനിൽ സുവിശേഷവുമായി പോയി. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഗവൺമെന്റാ. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ താലിബാൻ ഭരിക്കുന്ന രാജ്യത്തേക്ക് മിഷണറിമാർ സുവിശേഷമായി കടന്നു ചെന്നു. അവർ സുവിശേഷം അറിയിക്കുന്നതിനിടയിൽ അവർ പിടിക്കപ്പെട്ടു. അവരെ തടവിലാക്കി. താലിബാൻ പറഞ്ഞു, ഇവരെ ഞങ്ങള് പൈസ ഇഞ്ചിഞ്ചായി കൊല്ലും, ഇവരെ കൊണ്ട് സത്യങ്ങൾ മുറി ഞങ്ങൾ പറയിക്കും. എന്നാൽ സ്വർഗം അത് കേട്ട് ചിരിച്ചു. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, തന്റെ ഭക്തന്മാരെ മേൽ സ്വർഗത്തിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. പ്രവാചകനായ സക്കറിയ പ്രവചിക്കുന്നു, നിന്നെ തൊടുന്നവൻ ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു. ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ കൺമണിയാകിയാൽ ഞാൻ സ്തോത്രം ചെയ്യുക. എന്നെ ആ കൂട്ടം ദൈവം ആക്കിയെന്ന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ കൺമണിയാക്കി ദൈവം എന്നെ തീർത്തല്ലോ. അതോർത്ത് കർത്താവിന് വേണ്ടി ഞാൻ മഹത്വം അർപ്പിക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, സ്വർഗം പ്ലാൻ ക്രമീകരിക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ദൈവത്തിന് അമേരിക്കയോ ലോകത്തിലൊരു രാജ്യമല്ല ഇപ്പോൾ വരുന്നത്. കർത്താവിന് ഇപ്പോൾ വരുന്നത് തനിക്ക് വേണ്ടി തടവറയിൽ അടയ്ക്കപ്പെട്ട താലിബാന്റെ കയ്യിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന മിഷണറിമാരായ കർത്താവിന് കാര്യം. ഇവിടെ ദൈവ സിറ്റുവേഷൻ മാറ്റി. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടു. ലോകത്തിന്റെ പോലീസ് അഭിമാനിക്കുന്ന അമേരിക്ക ചാടി എഴുന്നേറ്റു. അമേരിക്കയുടെ കപ്പൽ പടകള് ഇന്ത്യ മഹാസമുദ്രത്തേക്ക് നീങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ കാണുന്നത് ലോകം കണ്ടതിൽ ഏറ്റവും കൊടുമ്പിരി കൊണ്ടൊരു യുദ്ധമാണ്. 100 കണക്കിന് ബോംബുകൾ, നമ്മൾ പലപ്പോഴും ടിവിയിലൂടെ നമ്മൾ കണ്ടതാണ്. 100 കണക്കിന് ഫ്ലൈറ്റുകൾ ബോംബുകൾ വാരി ചിതർന്ന് കാണുവാനിടയിൽ. അവിടുത്തെ പാലങ്ങൾ തകർന്നു, റോഡുകൾ തകർന്നു, ബിൽഡിങ്ങുകൾ തകർന്നു. വല്ലാതൊരു അന്തരീക്ഷമാണ് രൂപക്കൊള്ളുക. ഈ താലിബാൻ ഈ മിഷണറിമാരെ കൊണ്ട് പോർട്ടബിൾ ബിൽഡിങ്ങിലാക്കി അവിടെ എല്ലാം കൊണ്ട് നടക്കുക. കണ്ടകാലം ചെല്ലുമ്പോൾ അവിടെ ബോംബ് വീഴുക. അവസാനം ഒരു ഇട്ടോടി. സമർപ്പിക്കട്ടെ, പൗലോസും ശീല തടവിലായപ്പോൾ അത് കാരാഗ്രഹത്തിന് അടിത്തറ ഇളകി. ഇപ്പോൾ 4 മിഷണറിമാർ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഒരു കാരാഗ്രഹം മാത്രമല്ല കുലുങ്ങിയത്, ഒരു രാജ്യത്തെ മുഴുവൻ ദൈവം കുലുക്കി. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. കാരണം ഇത് കൊയ്ത്തിന്റെ കാലമാ, അന്ത്യകാല കൊയ്ത്ത് നടക്കുന്ന സന്ദർഭമാ. കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങളാല് വീര്യപ്രവൃത്തികൾ ഉത്തരം തന്നെ ഈ കാലഘട്ടത്തിൽ അഫ്ഗാനിൽ തന്റെ ഭക്തന്മാരെ ജയിലടച്ചപ്പോൾ ദൈവ രാജ്യത്തെ മുഴുവൻ കുലുക്കി. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മിഷണറിമാർ തങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. അവരൊന്നും കർത്താവിന് വേല ചെയ്യുന്നു. ഇന്ന് താലിബാൻ എവിടെ? താലിബാന്റെ വോളണ്ടിയേഴ്സ് ഗുണ്ടോനാമ എന്ന് പറയുന്ന ജയിലില് പിന്നീട് അടയ്ക്കപ്പെട്ടു. അവിടെ ഒരുപാട് പ്രതിസന്ധി കടന്നുപോയി നമുക്കറിയാം. അതിന്റെ ഭക്തന്മാരൊന്നും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക. ഞങ്ങൾക്കെതിരെ KCR ചെയ്ത് വാണ്ടർ ലിസ്റ്റ് ഇട്ട് റിയാദിലെ എന്നെ തടവറ അടച്ചതായ നൈഫ് രാജകുമാരൻ ഇന്ന് ഭൂമുഖത്തില്ല. ശ്രദ്ധിക്കണം. അത് പലരോട് പറഞ്ഞു, പരാതി അയക്കണം, എംബസിയായിട്ട് ബന്ധപ്പെടണം. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട. നമ്മുടെ പരാതിയും നമ്മുടെ കണ്ണീരും കാണുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട്. ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെ വേദനിപ്പിച്ച, ദുഃഖിപ്പിച്ച, കർത്താവിനെ ആരാധിച്ച ഒറ്റ കാരണം പറഞ്ഞ് പൊടികിട്ടാപ്പുള്ളിയായി വിധി എഴുതി ഞങ്ങളെ വേട്ടയാടിയതായ രാജകുമാരൻ ഭൂമുഖത്തില്ല. അടുത്ത രാജാവായി അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടി, നിയോഗം കിട്ടി, തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 46-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിന് അദ്ദേഹം ലോകത്തിൽ നിന്ന് പോയി. അതുകൊണ്ട് അവസാനിച്ചില്ല. അദ്ദേഹത്തിന്റെ മക്കൾ, കൊച്ചുമക്കളെല്ലാം ഇന്ന് ജയിലറയ്ക്കാത്ത ഇവിടുത്തെ രാജാവ് സൽമാൻ രാജാവിന്റെ മകൻ കുടുംബത്തെ മുഴുവൻ ജയിലടച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ഞങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിച്ച രാജാവ് ഇന്ന് സൗദി അറേബ്യ ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ സൗദി അറേബ്യ ഭരിക്കുന്നു. ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കി ഞങ്ങളെ ഉപദ്രവിച്ച ആ കുടുംബം ഇന്ന് ഭരണത്തിലില്ല. സൗദി അറേബ്യക്ക് അവരുടെ സാമയം കഴിയത്തില്ല. ഇന്ന് സൗദിയിൽ ദൈവം സ്വാതന്ത്ര്യം നൽകി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാം. ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, വിശുദ്ധവേദോത്സവം കൊണ്ടുപോകാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിന്റെ പുറകിൽ കണ്ണീരൊഴുക്കി ഒരുപാട് ഭക്തന്മാരുണ്ട്. ആ കൂട്ടത്തിലൊരു ഭാഗമാകുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. എന്നോടൊപ്പം സഹോദരന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഓരോ നാളുകൾ ഒത്തിരി ഉപസിച്ച് കണ്ണീരൊഴുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു, കരഞ്ഞു. അത്ഭുതമായ വിടുതലുകൾ നൽകുവാൻ കർത്താവ് അവസരം ഒരുക്കി. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇവിടെ കർത്താവ് അത്ഭുതത്തിന്റെ ദൈവമാണ്. ഞാൻ പിന്നെ അത് നാളവിടെ നിന്നില്ല. വീണ്ടും ചില നാളോടെ നിന്നു. 2006 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും മടങ്ങി എന്റെ പഴയ രചനാ സ്ഥലത്തേക്ക് പോയി. ഒരു കാലാവറക്കലായിരുന്നു. പിന്നീട് തമിഴ് സഹോദരന്മാരെ കൂട്ടി വീണ്ടും ചില കൂട്ടായ്മകൾ സ്ഥാപിച്ചു. ആ കൂട്ടായ്മകളിൽ നിന്ന് ഏതാണ്ട് 7-8ഓളം കൂട്ടായ്മകൾ ഇന്ന് അവിടെയുണ്ട്. കർത്താവിന്റെ അഭിഷേകന്മാരോട് വേല ചെയ്യുന്നു. ഒരുപാട് ആത്മാക്കൾ അവിടെ രക്ഷിക്കപ്പെടുന്നു. ചില നാളുകൾക്ക് മുമ്പ് 2 വർഷത്തിന് അവിടെ പോയി ആ കൂട്ടായ്മ സന്തോഷിപ്പാൻ എനിക്കിടയായിത്തീർന്നു. ഒരു സമൂഹം പോലും ഇല്ലായിരുന്ന ആ ദേശത്ത് ഒരു അപ്പോസ്തലനായി, ഒരു മിഷണറിയായി ദൈവം എന്നെ അയച്ചു. അത് വൃഥാവായില്ല. 100 കണക്കിന് ആളുകൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ അത് കാരണമായി തീർന്നു. അനേക സഭകൾ ആ ദേശത്തുണ്ടാകാൻ കാരണമായി തീർന്നു. അനേക കർത്തദാസന്മാർ അതിന് അവിടുന്ന്
അവൻ ഉയർത്തെഴുന്നേറ്റുവാൻ ഇടയായി തീർന്നു. ഇന്നും അവിടുത്തെ സഭകളിലൂടെ അനേകർ യേശുവിനെ കണ്ടുമുട്ടുന്ന ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. അടങ്ങിയ അവിടുത്തെ പ്രവർത്തനം തീർന്നത് മനസ്സിലായി ഞാൻ നാട്ടിൽ വന്നു. ചർച്ചകളുടെ ബന്ധത്തില് ഞാനായിരുന്നു. ദൈവം എന്നെ മാനിപ്പാനിടയായി തീർന്നു. അന്ന് കർത്താവിന്റെ അഭിഷക്തൻ പ്രിയ വിശ്വാം സാറ്, അതിനെ തുടർന്ന് VCT സാറ്, KC ജോൺ സാറ് തുടങ്ങിയുള്ളതായ ദൈവഭക്തന്മാരുടെ ഒക്കെ കീഴില് ശുശ്രൂഷനായിരിക്കാൻ എനിക്ക് ഭാഗ്യം നൽകി. അവരെന്നെ മാനിച്ചു. ദൈവസഭയുടെ സെൻട്രൽ പാസ്സായി നിയോഗം നൽകി. ക്ലീവാന് തൊട്ട് കാട്ടാക്കട മുതൽ കട്ടപ്പന മുതൽ സെനറ്റാവുന്ന പല സെന്ററുകളിലും ഒരു വലിയ ശുശ്രൂഷനായിരിക്കാൻ എനിക്ക് അവസരം കിട്ടി. പല സഭകളിലും ആരംഭിക്കാനിടയായി. ഞങ്ങൾ എതിരായിരുന്നപ്പോൾ പല സഭകളും നാട്ടിൽ ആരംഭിച്ചിരുന്നുണ്ട്. അങ്ങനെ വീണ്ടും കർത്താവ് പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ടായിരിക്കാൻ സഹായിച്ചു. ദൈവസഭ കൗൺസിൽ മെമ്പറായിട്ട് 12 വർഷങ്ങളായിരിക്കാൻ അവസരം ഒരുക്കി. അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കാൻ എനിക്ക് അവസരം ദൈവം നൽകി. ഓൾ ഇന്ത്യ ഗവേണിംഗ് ബോർഡിൽ 2 ടൈം ഇരിക്കാൻ ദൈവം എനിക്ക് സന്ദർഭം ഒരുക്കി. മഹത്തായ ചർച്ച കൊടുത്ത പ്രസ്ഥാനം എന്നെ മാനിച്ചു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അനുമാനിപ്പാൻ കാരണം സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം ആരെയും കടക്കാരനല്ല. ദൈവം ആരെയും നീതിനാവാൻ അനുവദിക്കുന്ന ദൈവമല്ല. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് നഷ്ടപ്പെടുത്തിയോ, ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെലവാക്കിയോ അതിന്റെ 100 മടങ്ങി ഈ ഭൂമിയിൽ തന്നെ മടക്കി നൽകുകയും അപ്പൊ തന്നെ നിത്യതയില് പ്രതിഫലം തരുന്നൊരു ദൈവം നമുക്കുള്ളത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന് എനിക്കറിയാം, നാം ആത്മാക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്നേഹിതരെ, നാം ഒരു സാധാരണ വിശ്വാസിയായിട്ടിരിക്കാനല്ല, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മിഷണറിമാരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തല അധികാരമാണ് കർത്താവ് തന്റെ ശിഷ്യന്മാർമേൽ പകർന്നത്. ശിഷ്യന്മാർ കൈമാറിയത് അതേ അപ്പോസ്തല അധികാരം. അപ്പോസ്തല അധികാരം എന്ന് പറഞ്ഞാൽ ഈ മിഷണറി വർക്കാണ്. നാം പറഞ്ഞ സത്യം കർത്താവ് അനേകർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഹിതമെങ്കിൽ വീണ്ടും ദൈവത്തിന്റെ മിഷണറിയായി പ്രവർത്തിപ്പാൻ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. താൻ പാസ്റ്റർ ഓർപ്പിച്ച പോലെ പ്രിയമോൻ വടക്കേന്ത്യയില് എന്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. തുറന്നതുമായി ചേർന്നുകൊണ്ട് വടക്കേന്ത്യയുടെ മണ്ണിൽ ഒരു നല്ല മിഷണറിയായി പ്രവർത്തിപ്പാൻ ഞാനും കുടുംബമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഞാനും എന്റെ കുടുംബവും കർത്താവിന് സാക്ഷികളായി തീരുന്നുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ, കർത്താവിന് പ്രയോജനമായി തീരുവാൻ തക്കോണം എളിയവരെ ദിവസങ്ങളിൽ താഴ്ത്തുകയാണ്. എന്നെ ശ്രമിച്ച നിങ്ങളോടെല്ലാം ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുന്നു. എനിക്ക് അവസരം ഒരുക്കി നൽകിയ ആസാദി TV ചാനലിനോടും അതിന്റെ ചുമതല വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പിന്നെ യോഹന്നാൻ പാസ്റ്ററോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ അങ്കിൾ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് കേട്ടത്. ശരിക്കും ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ഒരു ആവർത്തനം അല്ലേ? അന്ന് നമ്മൾ പ്രസംഗിച്ച വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നത് പോലെ തോന്നി. അതെ, ഞാൻ ആ രംഗം മനസ്സിൽ കാണുകയായിരുന്നു. താടിയും മുടിയും ഒക്കെ വളർത്തി ആ വാതുക്കൽ വന്ന് നിന്ന് മുട്ടുന്നത്. കഥക് തുറന്ന് വരുന്ന ആളുകൾക്ക് ആ പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ പത്രോസ് പുറത്തു വരുന്നെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയോട് അവർ നിൽക്കുന്നല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തൊരു പരീക്ഷ ദൈവം തരത്തില്ല. ദൈവത്തോട് അത് സഹിക്കാൻ അപ്പുറമാന്ന് പറഞ്ഞ അന്ന് രാത്രി തലേ രാത്രി ദൈവനെ വിടുവിച്ചു. രാത്രി ശരിക്കും ദൂതൻ ഇറങ്ങി. കാരണം നമുക്കത് കാണാൻ കഴിഞ്ഞില്ല. ആത്മമണ്ഡലത്തിൽ ദേവദൂതന്മാരിറങ്ങി ചെയ്ത വലിയ പ്രവൃത്തിയാണ് രാത്രി 9 മണിക്ക് നമ്മെ കാരാഗ്രഹത്തിൽ നിന്ന് മനസ്സ് മാറ്റിമറിക്കുക. ദൈവം മനസ്സ് മാറ്റിമറിക്കുക. അധികാരങ്ങളെ ഹൃദയം നിയന്ത്രിക്കുന്ന ദൈവമുണ്ടല്ലോ. അത് 6 മണി കഴിഞ്ഞാൽ പിന്നെ ജാമ്യമില്ല, കോടതിയില്ല, അവധി ദിവസം കോടതിയില്ല. അന്ന് അവധി ദിവസമാണ്, വ്യാഴംപള്ളി അവധിയാ അറബികൾക്ക്. എന്നിട്ടും ദൈവം പ്രവർത്തിച്ചു. കർത്താവിന് നിയമമോ സാഹചര്യമോ സന്ദർഭമോ ഒന്നും വിഷയമല്ല. എവിടെയും പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. നമുക്ക് കാര്യമുള്ള പ്രശ്നം എത്ര വലുതാണെങ്കിലും ഏത് സാഹചര്യമാണെങ്കിലും ദൈവം ഇറങ്ങി വരും. ദൈവത്തെയാണ് നാം വായിക്കുന്ന വേദോത്സവത്തില്. അഗ്നികുണ്ഡത്തിൽ ഇറങ്ങി വന്നു, 4-മനായി ഇറങ്ങി വന്ന ദൈവം, സുമക്കുട്ടി ഇറങ്ങി വരുന്ന ദൈവം, എനിക്ക് വേണ്ടി കാരാക്കി ഇറങ്ങി വന്ന ദൈവം. രാജാക്കന്മാരുടെ അധികാരികളുടെ മനസ്സിനെ ദൈവം നീർത്തോട് പോലെ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്ന നമുക്ക് അനുകൂലമായി ദൈവം അധികാരികളുടെ മനസ്സിനെ തിരിച്ചു. അങ്ങനെ നമ്മെ ദയോടുകൂടെ കണ്ടവരെ ദൈവം ഉയർത്തുകയും ചെയ്തു. അതും ആ സമയത്തിന്റെ അടുത്ത ഭാഗമാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിലെ പ്രശ്നങ്ങളെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കാരണവശാലും എഴുതാൻ ആവശ്യമില്ലാത്തൊരു ചരിത്രം എഴുതി വെച്ചു. അത് ഹെരോദാവിനെ അടിച്ച ചരിത്രമാണ്.
അതെ ഞാൻ അതെ അതെ പലപ്പോഴും അതെ അതെ ചിന്തിച്ചിട്ടുണ്ട്, ആ അധ്യായത്തിൽ എന്തിനാ ഇത് അപ്പോസ്തല പ്രവൃത്തി അല്ലല്ലോ ഈ ദൂതൻ ഹെരോദാവിനെ അടിച്ചത്, പക്ഷേ 12-ാം അതെ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. അതെ 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 അതെ, ആ അതെ രാജാവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വേദപുസ്തകം രേഖപ്പെടുത്തി. ആ ചരിത്രം നിയന്ത്രിക്കുന്ന ദൈവമാ. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമില്ലാത്തൊരു ചരിത്രമില്ല. അതെ, പക്ഷെ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചരിത്രമില്ല. അതെ. അപ്പൊ നമുക്ക് അനുകൂലമായിട്ട് സകല ചരിത്രത്തെയും തിരിച്ചുവിടാൻ ദൈവത്തിന് അറിയും. അതുപോലെ തന്നെ പാസ്റ്ററുകൾ ജയിലിൽ കിടക്കുമ്പോഴും വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. കാരണം ഏത് അതെ സമയത്തും പോലീസ് വരാൻ റെയ്ഡ് ഉണ്ടാകാം, എന്നാലും ഭയപ്പെടാതെ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാനൊക്കെ കാണിച്ചൊരു മനസാന്നിധ്യം, ധൈര്യം, വിശ്വാസം അതെ ഒക്കെ വളരെ ദൈവത്തിന് സ്തോത്രം. അതൊരു അസാധാരണമായ കാര്യമാകും. 1-ാം നൂറ്റാണ്ടിൽ അന്ന് ദൈവത്തിന് ദൈവം കൊടുത്ത അതേ ഒരു കൃപ, അതേ ഒരു ശക്തി, ഒരു അഭിഷേകമാ ജനത്തിന്മേൽ ദൈവം പകരുന്ന അന്ന്. അതാ കൂട്ടായ്മയുടെ പ്രത്യേകത. അവരുടെ ഒരു പ്രാവശ്യം ഒരു കൂട്ടായ്മയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആളെ യേശുവിനെ കണ്ടുമുട്ടും, ദൈവവാനാവും. അത്ര ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു. കാരണം ആർക്കും അവർ ഒരു കാര്യസാധ്യമല്ല വരുന്നേ. അവിടെ സ്ഥാനമില്ല, മാനമില്ല, പദവിയില്ല, ഒന്നുമില്ല. 100% കർത്താവിന്റെ നാമത്തിന്റെ മുഖത്ത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. സ്തോത്രം. പറയാൻ വാക്കുകളില്ല. പക്ഷേ Thank you, പിന്നെ Pastor. Thank you very much. ഈ ഒരു അനുഭവം, അതായത് ജയിലിൽ നിന്ന് പുറത്തു വന്ന് വീട്ടിലെത്തി, അതിനുശേഷം നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണോ ചെയ്തത്? എങ്ങനെയായിരുന്നു ആ ഒരു ഞാൻ പ്രോസസ്സ്? ഞാൻ ആദ്യം പ്രവർത്തിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോയി. ഇത് റിയാദ് വെച്ചാണല്ലോ സംഭവിക്കുന്നത്, ഈ ലാസ്റ്റിലെ അറസ്റ്റ്, 4ാമത്തെ അറസ്റ്റ്. തിരിച്ച് ഞാൻ എന്റെ പഴയ സ്ഥലത്തേക്ക് 2000 തിരിച്ചുപോയി. 2006 വരെ അവിടെ സ്റ്റേ ചെയ്തു. വീണ്ടും പല സഭകളും ഉണ്ടായി, തമിഴ് കൂട്ടായ്മകൾ ഉൾപ്പെടെ. തമിഴരെയൊക്കെ ഓർഡർ ചെയ്ത് പാസ്റ്റർമാരാക്കി തമിഴ് കൂട്ടായ്മകൾ ആരംഭിച്ചു. ഇതൊക്കെ വളരെ ശക്തമാണ്. അന്ന് ഉണ്ടായ നിയമക്കൾ ലോക രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും പാസ്റ്റർമാരായിട്ടും വിശ്വാസികളായിട്ടും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അവ കഷ്ടം സഹിച്ചെങ്കിലും ദൈവം നൽകിയ വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ അതിനെ കണക്കാക്കുകയാണ്, ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. 2006 വരെ ഉണ്ട്. 2006-ലാണ് തിരിച്ച് അന്ന് ഇന്ത്യ വീണ്ടും എത്തുന്നത്. എന്നിട്ട് കേരളത്തിലെ പാസ്റ്റായിട്ട് വീണ്ടും ചുമതലയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്ന് ഓരോ പെന്റിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ദൈവദാസന്മാരും അവരൊക്കെ വളരെ വലിയ തീച്ചൂളകളിലൂടെ, അസാധാരണ ദൈവപ്രവൃത്തിയിലൂടെ മുൻപോട്ട് വന്നവരാണ്. അവർ ഇന്ന് നിൽക്കുന്ന ആ ഒരു ശുശ്രൂഷയുടെ ആ ഒരു ലെവൽ അവർ ചവിട്ടിക്കയറിയത് ഇങ്ങനെയുള്ള പല പടികളിലൂടെയാണ്. ഓരോ അഭിഷക്തന്മാരോടും ഓരോ സഭാ നേതൃത്വത്തിലിരിക്കുന്ന ദേവദാസന്മാരോടും ചോദിച്ചാൽ ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അവർക്ക് പറയാൻ പറ്റും. എനിക്കൊന്ന് നമ്മുടെ ചാനലിൽ പ്രിയപ്പെട്ട PC ചെറിയാൻ പാസ്റ്ററുടെ ഒരു ചെറിയ അനുഭവ സാക്ഷ്യത്തിന്റെ വീഡിയോ മറ്റെവിടെയോ അദ്ദേഹം പ്രസംഗിച്ചതാണ്. ഞാൻ ആദ്യകാലത്ത്. അതെ അതെ, എന്തൊരു ശക്തമായ അനുഭവമാണ്. കാരണം നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന PC ചെറിയാൻ പാസ്റ്ററുകളെ കാണുമ്പോൾ ഈ അനുഭവങ്ങളുടെ ഒരു ബലം പിന്നിലുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. പാസ്റ്റർ തോമസ് പുളിവേലിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ജയിലിന്റെ അനുഭവം, ഒരു തീച്ചുള്ളയുടെ അനുഭവം ഉണ്ടെന്ന് കുറെ പേർക്കറിയാം, എന്നാൽ ധാരാളം ആളുകൾക്ക് അത് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരെയും വാർത്തത് ഇങ്ങനെയുള്ള തീച്ചുള്ളുകളാണ്. പാസ്റ്ററുകളെ, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പാസ്റ്ററുകൾ തന്നെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ചുരുക്കമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം പാസ്റ്ററുകളിൽ തന്നെ. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പെട്ടെന്ന് നിർത്തുകയല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്റെ പ്രവർത്തനമായിട്ട് നാട്ടിൽ വരുമ്പോൾ വലിയ എതിർപ്പുകൾ നാട്ടിൽ നിന്നുണ്ടായി. കാരണം അവരുടെ ഒരു ലീഡറായിരുന്ന ആള് സഭ മാറിയെന്നൊരു ചിന്ത അവർക്ക് വന്നതുകൊണ്ട് ആ ദുഃഖത്തിൽ അവരെന്നെ വീടിനൊക്കെ വലിയ കല്ലെറിഞ്ഞു. അത് ജോണ് കുഞ്ഞായിരുന്നു. കുഞ്ഞിനെ പോലെ കടത്താൻ വയ്യാത്തൊരു റബ്ബിള് വീട്ടിൽ വന്ന് എറിഞ്ഞ് ഗ്ലാസുകളൊക്കെ പൊട്ടി അകത്ത് വീണു. എന്നാൽ പിന്നെ ആ ദൈവത്തിന് സിറ്റുവേഷൻ ഒക്കെ ദൈവം മാറ്റി തന്നു. അവരൊക്കെ ദൈവം അനുകൂലമാക്കി. അവർക്ക് മനസ്സിലായി സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് കിട്ടാൻ ഇടയായി തീർന്നു. ഇന്ന് അനേകര് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരമാക്കി. അതൊക്കെ ദൈവം തീർത്ത് ഓർത്ത് സ്തോത്രം. ആഗ്രഹമുള്ളൂ, നമ്മൾ പറയണം കർത്താവ് വളരണം. കർത്താവിന്റെ നാമം എങ്ങനെയും മോഹത്തപ്പെടുത്തണം. പ്രത്യേകിച്ച് ഈ അന്ത്യകാല കൊയ്ത്ത് കർത്താവിന് പറയാൻ ഒട്ടും താമസമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒട്ടും താമസമില്ല. എല്ലാ സംഭവങ്ങളും എടുത്ത് ഒറ്റയ്ക്കടി പരിശോധിക്കുമ്പോൾ യേശു വരാറായി. ധൃതിയിൽ എത്രയും തിടുക്കത്തില് ആ വേല തീർത്ത് കർത്താവിനോടൊപ്പം പോകാനുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുള്ളത്. എന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിച്ചാൽ. ഒരിക്കലും നിങ്ങള് ഉന്നതമായ നിലവാരങ്ങൾ, ഉദ്യോഗ തലങ്ങൾ വരെ ഞാൻ ആഗ്രഹിച്ചില്ല. വിദ്യാഭ്യാസം പ്രാഥമികമായിട്ട് വേണം, അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന് വിട്ടു. കർത്താവിനെ ഒരു വിട്ടുകൊടുത്തു. കർത്താവ് അവരെയും ഉപയോഗിക്കുന്ന ഓർത്ത് സ്തോത്രം. എല്ലാവരും ദൈവത്തിന് മിഷണറിമാരായി തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുകളെ, ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ പറഞ്ഞു, എന്നാലും ചോദിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദൈവിക ഇടപെടൽ കണ്ട, അത്ഭുതം കണ്ട
അങ്ങനെയുള്ള പ്രത്യേക അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ശുശ്രൂഷയിൽ കണ്ട വലിയ വിടുതലുകൾ, ദൈവമക്കളിൽ കണ്ട വിടുതലുകൾ, അല്ലെങ്കിൽ ദൈവിക ഇടപെടലുകൾ. ഈ ജയിലനുഭവങ്ങളൊക്കെ വലുതാണ്, എന്നാൽ മറ്റെന്തെങ്കിലും അനുഭവം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുമെങ്കിൽ. സൗദി അറേബ്യയിലെ ശുശ്രൂഷയില് പക്ഷേ മൊത്തത്തിൽ അത്ഭുതമായിരുന്നു. കാരണം അവിടെ വരുന്നവരെല്ലാം മറ്റു മതസ്ഥരും നമ്മളുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ് വരുന്നത്. അവർ വരുന്നവർക്കെല്ലാം ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ഒരു ദാസനൊരു ഹൈന്ദവ സഹോദരൻ വന്ന ആ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു. ക്രോണിക് ഡയബറ്റിക്, അത് സ്റ്റെപ്പ് കയറി വരാൻ പോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. ദൈവം അദ്ദേഹത്തിന് അന്ന് തന്നെ സൗഖ്യം കൊടുത്തു. എന്ന് പറഞ്ഞ സണ്ണി വർഗീസ് എന്ന് പറഞ്ഞ ചായൻ 4-5 രോഗത്തിന് ഉടമസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രയാസപ്പെട്ട ഡിസ്ക് എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. കൂട്ടായ്മ വന്നു. ഒന്നാമത്തെ കൂട്ടായ്മ തന്നെ രോഗസൗഖ്യം പ്രാപിച്ചു. ഇങ്ങനെ രോഗസൗഖ്യങ്ങളുടെ ഒരു പരമ്പര. ഏറ്റവും വലിയ അത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ വ്യക്തിജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അവൻ 4ാമത്തെ പ്രാവശ്യം ജയിലിൽ കിടക്കുമ്പോൾ ആ കാരാഗ്രഹം തുറക്കപ്പെട്ടു. ഗവർണർ വിചാരിച്ചിട്ടത്തില്ല, ലോകരാജ്യങ്ങൾ നേതാക്കന്മാർ വിചാരിച്ചത്തില്ല. എന്നാൽ ആർക്കും ഒക്കാത്ത കാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും. ദൈവം എന്നെ വിടുവിച്ചത് മറക്കാനാവാത്തൊരു സംഭവമാണ്. സ്തോത്രം. വർഷങ്ങളെ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. സ്വർഗീയ രാജാവേ, ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിനെ, ഞങ്ങൾ സ്വർഗപിതാവിനെ ഇന്ന് പകലിൽ സാക്ഷിപ്പാൻ വിലപ്പെട്ട ഭാഗ്യം അടിയനും കർത്താവെ മീഡിയയിലൂടെ തന്നു ഓർത്ത് സ്തോത്രം ചെയ്തു. കർത്താവെ അവസരമൊരുക്കിയ ആസാദി TV ചാനല് ചുമതലവഹിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ഭക്തൻ പാസ്റ്റർ യോഹന്നാൻ പാസ്റ്റർ, അവരുടെ ടീം, പ്രവർത്തകരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. വീണ്ടും കർത്താവെ അനേകരുടെ പ്രഭാഷണങ്ങളിലൂടെ, അനേകരുടെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവിന്റെ വചനത്തിന്റെ പ്രചാരകരായി ആയിരങ്ങളെ ക്രിസ്തു നേടുവാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ. കേരളത്തിൽ മാത്രമല്ല കർത്താവ് വടക്കേന്ത്യ മണ്ണുകളിൽ അനേകരെ ക്രിസ്തു നേടുവാൻ ദൈവം ഉപയോഗിക്കുന്നവർക്ക് നന്ദി പറയുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവെ ലോകത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുണ്ട് അടിയന്റെ ഈ സാക്ഷ്യം കേട്ട വിലപ്പെട്ട ദൈവഭക്തന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യാം. ദൈവരെ കാണുന്നു, ദൈവരെ അറിയുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെന്തെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ ദൈവമേ, അവിടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഇടമുണ്ടല്ലോ. നിങ്ങളുടെ കർത്താവാണല്ലോ. അവിടുന്ന് അവരുടെ ഭാരങ്ങളെ മാറ്റി സ്വർഗീയമായ ആശ്വാസം കൊണ്ട്, സ്വർഗീയമായ സന്തോഷം കൊണ്ട്, സ്വർഗീയമായ സമാധാനം കൊണ്ട്, സ്വർഗീയമായ പ്രത്യാശ കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗശാന്തിയോടെ ദൈവം അയക്കണമേ കർത്താവേ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവരെ നിറയ്ക്കണമേ. ക്രിസ്തുവിൽ നിറവുള്ളവരായി തികവുള്ളവരായി തീരുവാൻ ദൈവരെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവാണല്ലോ ഞങ്ങളുടെ നിറവ്. ആ ദൈവത്തിന്റെ നിറവ് ഓരോ മക്കളുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായ ഞങ്ങളുടെ സഭയെ ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദി പറഞ്ഞു കർത്താവ്. ഞങ്ങളുടെ സഭയിലൂടെ അനേകൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ കാലങ്ങളിൽ ദൈവടയാക്കണമേ കർത്താവ്. ഇന്ന് പകലിൽ ഈ സന്ദേശം കേട്ട, ഈ സാക്ഷ്യം കേട്ട വിലപ്പെട്ട ദൈവമക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവെ. അവരൊക്കെ വരും കാലങ്ങളിൽ ഞങ്ങളുടെ സാക്ഷികളായി, ഞങ്ങളുടെ വിശ്വസ്ത സാക്ഷികളായി, ഞങ്ങളുടെ മിഷണറിമാരായി, ഞങ്ങളുടെ വേലക്കാരായി ഉപയോഗിക്കപ്പെടുവാൻ കൊണ്ട് സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മീഡിയയെ ഉത്തരവാദിത്തപ്പെട്ടവരെ, ഇന്ന് പകലിൽ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എല്ലാ സമാധാനം കൊണ്ടും പ്രത്യാശ കൊണ്ടും കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും സ്വർഗത്തിലെ സകല ആത്മീയ ഭൗതിക നിറവുകൾ കൊണ്ട് നിറച്ച് ദൈവരെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. വരമെടുത്ത് കർത്താവെ കാകളം വിടങ്ങാറായി ആരും നഷ്ടപ്പെട്ടു പോകലേ, എല്ലായിടത്തെല്ലാം രക്ഷിക്കപ്പെടുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല കർത്താവെ. രാജ്യത്തിന്റെ മാറ്റമില്ല സുവിശേഷം സകല ജാതികൾ സാക്ഷ്യമായി പൂക്കോടുമ്പോഴും പ്രസംഗിക്കാൻ സമയമായല്ലോ കർത്താവെ. നിങ്ങളെ ഉപയോഗിക്കണമേ. ശക്തരായ മിഷണറിമാരെ വീണ്ടും ഏൽപ്പിക്കണമേ കർത്താവെ. അവിടെ ഞങ്ങളുടെ മധ്യ വന്നതിനായി സ്തോത്രം. അവിടെ കരുതുകൊണ്ട് ഞങ്ങളെ ആശീർവദിക്കുന്നതിനായി സ്തോത്രം. പിതാവെ അങ്ങ് സകല മുഖത്തെടുക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ ക്രമിക്കായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നു. സ്വർഗപിതാവാം ദൈവമേ, മാറുവിടി തന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. സ്വർഗങ്ങളുടെ പ്രാർത്ഥനയായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തരിക ദൈവത്തിന്റെ സ്നേഹം, കൃപ, കാവൽ, കൂട്ടായ്മ ഓർത്ത് സകല വിഷയങ്ങളോടും വിശ്വസയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും, അസാധി ചാനലിനോടും അനുത്തരവാദപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ മടങ്ങി വരെ
എപ്പോഴും ഒന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് വേണ്ടി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരും. വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഒരു പ്രാവശ്യത്തോട് നന്ദി പറയാണ്. പ്രേക്ഷകരോടെല്ലാം നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.